എല്ലാ ഗ്ലോറിയസ് ഗോസ്പൽ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരിക്കൽ കൂടി മറ്റൊരു ലൈവിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് ഒരു ലൈവ് ചെയ്യാനുണ്ടായിരുന്നു, ഒരു പ്രത്യേകമായിട്ടൊരു പ്രിപ്പയർ ചെയ്തൊരു ലൈവ് ചെയ്യാനെന്നുള്ള ഒരു അർത്ഥത്തിലല്ലായിരുന്നു. എനിക്കൊരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് അല്ല, ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ കമന്റിൽ യൂട്യൂബിൽ ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ആ വീഡിയോയിൽ നരകം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡിബേറ്റ് ആയിരുന്നു. ആ ഡിബേറ്റിൽ ഞാൻ ഒരുപാട് കമന്റുകളൊക്കെ വായിച്ചു, നല്ല നല്ല കമന്റുകളൊക്കെ വായിച്ചു. നരകം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, നരകത്തെ ഇപ്പൊ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കമന്റ്സ് ഒക്കെ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ അതിനകത്ത് വളരെ വിഷമിപ്പിച്ച ഒരു കമന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് ഞാൻ ഇന്ന് ഈ ലൈവ് ചെയ്യാനുള്ള ഒരു കാരണം. നിങ്ങൾ എൻ്റെ ഈ സ്ക്രീനിൽ എൻ്റെ പുറകില് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളിത് ശ്രദ്ധിച്ച ബെഞ്ചമിൻ മോസസ്, ഞാൻ അങ്ങനെ പേര് ഐഡിയ ആണെന്ന് വിചാരിച്ചു. ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പോയി നോക്കി. ഇദ്ദേഹം ഏതൊരു പ്രായമുള്ള ഒരു മനുഷ്യനാണ്, ഒരു പാസ്റ്ററോ ഒരു പ്രാസംഗികനോ സുവിശേഷകനോ അങ്ങാണ്ടാണ്. ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ, കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ. നരകം ഇല്ലെങ്കിൽ ദൈവം എന്തിനും മനുഷ്യനെ സ്നേഹിക്കണം. അദ്ദേഹം തൊട്ടടിയിൽ കുറെ വാക്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നരകം ഇല്ലെങ്കിൽ ദൈവം എന്തിന് മനുഷ്യനെ സ്നേഹിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതൊന്ന് പറ. നരകം ഇല്ലെങ്കിൽ ദൈവം എന്തിന് മനുഷ്യനെ സ്നേഹിക്കണം? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ബൈബിളും ഇതൊക്കെയാണ് വീട്. നിങ്ങൾ ദൈവത്തിന്റെ ഈ സ്നേഹത്തെ കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങളുടെ തീവ്രതയും മത തീവ്രതയും നിങ്ങളുടെ പുസ്തകത്തിലുള്ള ജ്ഞാനവും നിങ്ങളുടെ ബൈബിളിലുള്ള വലിയ 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 സങ്കല്പങ്ങളും തിയോളജി ഇതെല്ലാം മാറ്റി വെക്കും. നമ്മൾ വളരെ ഇതായിട്ട് ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരുടെയും ചിന്ത, നരകമില്ലെങ്കിൽ ദൈവം എന്തിന് മനുഷ്യനെ സ്നേഹിക്കണം. എത്ര പേര് ഈ പറയുന്ന കമന്റിനോട് ഞാൻ ഇദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയില്ല. ഇതിന്റെ സെയിം ആശയമുള്ള പല കമന്റുകളും നമ്മൾ ഇതിനു മുമ്പ് ഉള്ള യൂട്യൂബുകളിൽ വീഡിയോസിലെല്ലാം നമ്മളിത് കാണുന്നതാണ്. നിത്യനരകത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴെല്ലാം നമ്മൾ ഈ പറയുന്ന സംഭവം നമ്മൾ കാണുന്നതാണ്. അപ്പൊ നിങ്ങൾ പറ, ഇത് എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ കാണുന്നത്? അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ പോകണം. എന്തിന് ദൈവം എന്തിന് മനുഷ്യനെ സ്നേഹിക്കണം എന്നുള്ള വിഷയമാണ് ഇപ്പൊ ഇവിടെ ആയിരിക്കുന്നത്. അപ്പോ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഞാനൊരു ബൈബിൾ വാക്യം വായിക്കുകയാണ്. നമ്മുടെ ഏറ്റവും എല്ലാ ബൈബിള് സുവിശേഷകന്മാർക്കും അറിയാവുന്ന സുവിശേഷങ്ങളിലെ ഏറ്റവും കാതലായിട്ടുള്ള എനിക്ക് ഓൾറെഡി ഇവിടെ ലൈവിൽ ഒരു കമന്റ് വീണ്ടും വന്നു. സത്യമല്ലേ പറഞ്ഞത്, നരകമില്ലെങ്കിൽ ദൈവം എന്തിനു മനുഷ്യനെ സ്നേഹിക്കണം. അപ്പൊ ദൈവത്തെക്കുറിച്ചും ദൈവ സ്നേഹത്തെക്കുറിച്ചും അവിടെയാണ് നിങ്ങൾ അജ്ഞരായിരിക്കുന്നത്. നിങ്ങൾക്ക് നരകത്തെക്കുറിച്ച് അറിയാം, നിങ്ങൾക്ക് ന്യായവിധിയെക്കുറിച്ച് അറിയാം, നിങ്ങൾക്ക് നന്മ തിന്മകളെ വേർതിരിച്ച് അറിയാം, നിങ്ങൾക്ക് പാപം എന്താണെന്ന് അറിയാം, നിങ്ങൾ ആരാണെന്ന് അറിയാം, നിങ്ങൾക്ക് മറ്റുള്ളവരാരാണെന്ന് അറിയാം, നിങ്ങൾക്ക് സാത്താൻ ആരാണെന്ന് അറിയാം, നിങ്ങൾക്ക് നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ ആരാണ്, അല്ലെങ്കിൽ അച്ഛൻ ആരാണ്, തിരുമേനി ആരാണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ അയൽവക്കക്കാരാണ്, എല്ലാവരും അറിയാം. പക്ഷെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നരകമില്ലെങ്കിൽ ദൈവം എന്തിന് മനുഷ്യനെ സ്നേഹിക്കണം എന്നുള്ളത്. സാജു നാലുകുന്നിൽ നല്ല ഒരു കമന്റ് ആണ്. അദ്ദേഹം ഇപ്പൊ എനിക്ക് ഇവിടെ റിപ്ലൈ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം, പരിശോധിച്ച് നോക്കാം എന്തിന് ദൈവം സ്നേഹിക്കണം മനുഷ്യനെ. അപ്പൊ ഇതാണ് ഒരു പാശ്ചാത്യ രീതിയിൽ, അല്ലെങ്കിൽ നോർമലി ഏതൊരു ക്രൈസ്തവ വിശ്വാസിയോ അല്ലെങ്കിൽ മറ്റേത് മതത്തിലുള്ള ആളുകളും ചിന്തിക്കുന്ന സ്വാഭാവികമായ ഒരു കമന്റ് ആണ്. അതിനകത്ത് ഇത് ജനറൽ കമന്റ് ആണ്. ഇതിന് ശരിയും തെറ്റും എന്താണെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ തുടർന്ന് വാക്യത്തിലേക്ക് വരികയാണ്. നമ്മൾ സുവിശേഷകന്മാർക്കും ബൈബിളിലുള്ള കാര്യങ്ങളിലെല്ലാം ഏറ്റവും ഈ സുവിശേഷ പ്രചരണ സമയങ്ങളിലും വേലയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. നമുക്ക് ഒന്ന് വായിക്കാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ദാറ്റ് whosoever believeth in him should not perish but have everlasting life. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പൊ ഈ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇവിടെ നമ്മുടെ ഈ വാക്യത്തിന്റെ വെയിറ്റേജ് എവിടെയാണെന്ന് അറിയാമോ? നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നതാണ്. അപ്പൊ ഇവിടെയാണ് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ ലഭിക്കൂ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഇവിടെ അവർക്ക് ഏറ്റവും പ്രശ്നമായിട്ട് വന്നിരിക്കുന്ന, വിശ്വസിക്കുന്നവർക്ക് എന്തായാലും നിത്യജീവൻ ഉണ്ട്, ഇനി വിശ്വസിക്കാത്തവർക്ക് നിത്യജീവൻ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുന്നത്. അപ്പം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ ദൈവം ലോകത്തെ സ്നേഹിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങളിപ്പോ പറഞ്ഞ വാക്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ അതിനൊരു കാരണം, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചത്. അങ്ങനെ ഒരു അർത്ഥം വേണമെങ്കിൽ ഇതിൽ കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ പക്ഷത്തോ, നിങ്ങൾ പെന്തക്കോസിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുവിശേഷം പറയുന്ന ആളുകളുടെ രീതിയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ തന്നെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പൊ നശിച്ചു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചത്, അല്ലെങ്കിൽ ഈ ലോകത്തെ മനുഷ്യരെല്ലാം സ്നേഹിച്ചു എന്നുള്ളൊരു വാദം വേണമെങ്കിൽ ഈ വാക്യത്തിൽ നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഇത് തന്നെയാണോ എന്ന് ഇതേ ലേഖകൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അടുത്ത വാക്യം കൂടെ വായിക്കാം. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നത്, ലോകത്തെ വിധിപ്പാനല്ല വന്നിരിക്കുന്നത്, മറിച്ച് എന്താണ്, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ. അപ്പൊ കുറച്ചുപേരെ വിധിക്കാനും കുറച്ചുപേരെ രക്ഷിക്കപ്പെടുത്താനും അല്ല ഇവിടെ കർത്താവ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പുത്രനെ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുന്നത് കുറച്ചുപേരെ വിധിപ്പാനും കുറച്ചുപേരെ രക്ഷിക്കപ്പെടുത്താനും അല്ല ഇവിടെ വന്നിരിക്കുന്നത്, മറിച്ച് താൻ സ്നേഹിച്ച, ദൈവം തമ്പുരാൻ സ്നേഹിച്ച ആ ലോകത്തെ വിധിപ്പാനല്ല, മറിച്ച് ആ ലോകത്തെ രക്ഷിക്കാനാണ്. അപ്പൊ നമ്മുടെ ഈ ലോകത്തെ, അല്ലെങ്കിൽ മനുഷ്യരും സർവ്വചരാചരങ്ങളുമുള്ള ഈ ലോകത്തെ രക്ഷിക്കാനാണ് എന്നുള്ള അർത്ഥത്തിലേക്ക് നമുക്ക് പോകും. അപ്പൊ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കുന്നവന് എന്തായാലും ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി കഴിഞ്ഞത്. വിശ്വസിക്കുന്നവർക്ക് എന്തില്ല? ന്യായവിധിയില്ല. ഇനി വിശ്വസിക്കാത്തവനാണ് ന്യായവിധി ഉള്ളത്. ആ ന്യായവിധി ദിവസത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആണ് നമുക്ക് പിന്നെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ വരുന്നത്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയ, മനുഷ്യരുടെ പ്രവൃത്തിക്ക് ഓൾറെഡി ഒരു ദോഷമുള്ളതാണെന്ന് അറിയാകുന്ന ആളാണ് ഇവിടുത്തെ ഈ സുവിശേഷം എഴുതിയ ആളും, അതുപോലെ തന്നെ ഈ സുവിശേഷം നമ്മളിലേക്ക് പകർന്നു തന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും തന്റെ പിതാവും. അവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാണ്, ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇതാണ് നമ്മുടെ ലോകത്തെ, ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി വർണ്ണിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ് ഈ പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അപ്പൊ ലോകത്തെ സ്നേഹിച്ചു. ഇപ്പൊ ഇത്രയും വാക്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? ലോകത്തെ സ്നേഹിച്ചു. അത് എന്തിന്? എന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ. അപ്പൊ പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുക, അവർ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ലോകത്തെ സ്നേഹിച്ചു. അതേപോലെ ലോകത്തെ വിധിപ്പാനല്ല വന്നിരിക്കുന്നത്, മറിച്ച് ലോകത്തെ രക്ഷിപ്പാനാണ്. ഇവിടെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുകയാണ്. ഇവിടെ പല ആൾക്കാർ ഇത് കാറ്റഗറൈസ് ചെയ്യുന്നത് വിശ്വസിക്കുന്നവനെ മാത്രം രക്ഷിക്കാൻ വരുന്ന ഒരു ദൈവം എന്ന് നിങ്ങൾക്ക് ഒരു യാതൊരു രീതിയിലുള്ള അർത്ഥം നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ലോകത്തെ സ്നേഹിച്ചു. ഇനി ലോകം യേശു കർത്താവിനെ വിശ്വസിക്കുമോ ഇല്ലയോ, അതിന് വാക്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ബൈബിളിൽ ഇനിയിപ്പോ നമുക്ക് അങ്ങനെ ഒരു വാക്യം, ലോകത്തിലുള്ള സകല ഈ പറയുന്ന ദൈവം സ്നേഹിച്ച ഈ ലോകം ദൈവത്തിനെ വിശ്വസിക്കുമോ, ദൈവം എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ വിശ്വസിക്കുമോ, അതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള വാക്യം ഇവിടെ വന്നിട്ടില്ല, ഇവിടെ പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. അപ്പൊ യേശുവിൽ പുത്രനിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ. അപ്പൊ അത് ഒരു അണ്ടർലൈൻ ചെയ്യുക, വായത്ത ടേം, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ, അവർ നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ലോകത്തെ സ്നേഹിച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവം കുറച്ച് മനുഷ്യരെ, അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരെ, അല്ലെങ്കിൽ കത്തോലിക്കരെ, അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരെ, അല്ലെങ്കിൽ യേശുനാമക്കാരെ, അങ്ങനെയല്ല പറഞ്ഞ ലോകത്തെ, ഈ ലോകത്തില് ഈ പറയുന്ന സകല ജാതികളും സകല വംശങ്ങളും സകല ഗോത്രങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ആ ലോകത്തെ സ്നേഹിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവരെയും സ്നേഹിക്കും. അതേ ലോകത്തെ
എന്താണ്? വിധിപ്പാനല്ല വന്നിരിക്കുന്നത്, രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് സകല ഗോത്രങ്ങളിലും സകല ഭാഷകളിലും സകല സംസ്കാരങ്ങളിലും സകല രാജ്യത്തിലും സകല നിറമുള്ളവനും സകല ജാതി എല്ലാ ടൈപ്പ് ആളുകളെയും വിധിപ്പാനല്ല വന്നിരിക്കുന്നത്, മറിച്ച് രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയുന്ന ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ സ്വപ്നം, ദൈവത്തിന്റെ ആഗ്രഹം. സകല ഈ ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ ഇനി നിങ്ങളൊന്ന് ലോജിക്കായിട്ടൊന്ന് ചിന്തിക്കുക. ഈ ലോകത്തെ വിധിപ്പാനല്ല, രക്ഷിക്കാൻ വന്നിരിക്കുന്ന തന്റെ പുത്രനായ ക്രിസ്തുവിൽ രക്ഷിക്കുന്നതിലൂടെ പദ്ധതിയിട്ട ആ ദൈവം ഇവിടെ പുത്രനെ അയക്കുകയും ആ പുത്രനിൽ കുറച്ച് ആളുകൾ വിശ്വസിച്ചു എന്ന് അവകാശപ്പെടുകയും ഈ ക്രിസ്തു ഈ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കുന്നു. അതൊക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത വാക്യങ്ങളിൽ നോക്കാം. അതൊക്കെ നിങ്ങൾ വിശ്വസിച്ചു എന്നുള്ളത് സത്യമാണ്. നിങ്ങൾ പുത്രനാണെന്നൊക്കെ വിശ്വസിച്ചു. എന്താ നിങ്ങൾ വിശ്വസിച്ചത്? പുത്രനാണെന്ന് വിശ്വസിച്ചോ? അതോ യേശുവിനെ ക്രൂശ് മരണം വിശ്വസിച്ചു? അങ്ങനെ ഒരു 2000 വർഷം മുമ്പ് യേശു എന്ന് പറയുന്ന ഒരാള് അദ്ദേഹം ഇങ്ങനെ ക്രൂശിൽ മരിച്ചു, അത് ഞങ്ങളുടെ ലോകത്തുള്ള പാവങ്ങൾക്ക് വേണ്ടിയാണ്. അത് വിശ്വസിച്ചത് കൊണ്ട് നിങ്ങൾ നശിച്ചു പോകാതിരിക്കുമോ? അപ്പൊ എന്താണ് നിങ്ങൾ? അപ്പൊ ദൈവത്തിന്റെ പദ്ധതി ഇവിടെ സർവ്വലോകത്തെയും രക്ഷിക്കുക എന്നുള്ളതാണ്. ഈ പദ്ധതി നടക്കുമോ ഇല്ലയോ, ഇത് നിങ്ങൾ ആൻസർ ചെയ്തിട്ട് പോകും. നിങ്ങൾ ബൈബിൾ വാക്യമൊക്കെ വിടുന്നതിന് മുമ്പ് ഇത് നിങ്ങൾ ആൻസർ ചെയ്യൂ. ഈ പദ്ധതി നടക്കോ ഇല്ലയോ? ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളുടെ ദൈവം സർവശക്തനല്ല. ഇത് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഇനി മേലാൽ അങ്ങനെ ഇനി പറയരുത്. ഈ ദൈവത്തിന് ഈ പദ്ധതി നടത്താൻ കഴിയുന്നില്ല എങ്കിൽ ഈ ദൈവം ഒരു പരിമിതപ്പെട്ട ദൈവമാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് പരിമിതപ്പെട്ട ദൈവമാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കാത്ത എന്താ? ഈ ദൈവത്തിന്റെ പദ്ധതി ഇത് നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ദൈവം പരിമിതനായ ദൈവമാണ്. അപ്പൊ പരിമിതികളുള്ള ഒരു ദൈവം, എന്നിട്ട് ഇതിനെ വെച്ച് ആ പരിമിതിക്ക് ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിൽ പരിമിതികളുള്ള ഒരു ദൈവസങ്കല്പത്തെ കൊണ്ടുപോയി കൂട്ടിക്കുഴയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെയാണോ നമ്മൾ യേശു കർത്താവ് വെളിപ്പെടുത്തുന്ന തന്റെ പിതാവായ ദൈവം ഇത്രയും പരിമിതപ്പെട്ട ഒരു ദൈവമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു വാക്യം, ഇനി ദൈവം എങ്ങനെയാണ്, നമ്മളാണോ ദൈവത്തെ സ്നേഹിച്ചത്, നാം ദൈവത്തെയാണോ സ്നേഹിച്ചത്, എങ്ങനെയാണ് ദൈവം സ്നേഹിച്ചത് എന്നൊന്നുകൂടെ നമുക്ക് നോക്കാം. ഇതേ ലേഖകൻ, ഇതേ യോഹന്നാൻ ശ്ലീഹ തന്നെ എഴുതിയ അടുത്തൊരു വാക്യത്തിലേക്ക് നമ്മൾ ഇപ്പൊ പോവുകയാണ്. ആ വാക്യം എന്ന് പറയുന്നത് 1 യോഹന്നാൻ 4-ന്റെ 17-ാം വാക്യമാണ്. 4-ന്റെ 7-ാം വാക്യമാണ്. റെഡി ആയിട്ടുണ്ട്. ഉം 4-ന്റെ 7 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ള ഒരൊറ്റ കൽപ്പനയുള്ളൂ. നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. അപ്പൊ സ്നേഹം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. അപ്പൊ ദൈവത്തെ അറിയാം എന്ന് പറയുന്ന അവകാശപ്പെടുന്നവന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് അവൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. അപ്പൊ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്ന ആളുകളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നില്ല എങ്കിൽ, ഇത് മറ്റു സ്ഥലങ്ങളിലെല്ലാം ഈ വാക്യം കാണാം കേട്ടോ, ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അപ്പൊ ദൈവത്തിന് ഈ സ്നേഹം ആദ്യമായി പ്രത്യക്ഷമാക്കുന്നത് എവിടെയാണ്? ഇൻകാർണേഷനിലൂടെയാണ്. ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാലാണ് ഈ സ്നേഹം നമുക്ക് വെളിവാകുന്നത്. ലോകത്തിലേക്ക് അയക്കപ്പെട്ടപ്പോഴാണ് നമ്മളോടുള്ള സ്നേഹം പ്രത്യക്ഷമാകുന്നത്. അപ്പൊ ആദ്യം അവിടെയാണ് ഈ സുറിയാനി സഭയൊക്കെ അപ്പോസ്തലിക സഭയൊക്കെ ഇൻകാർണേഷന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അവിടെ കാരണം ഇൻകാർണേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന് ഈ ലോകത്തോടുള്ള സ്നേഹം പ്രത്യക്ഷമാക്കുന്ന ഒരു സംഭവമായിരുന്നു
ദൈവപുത്രന്റെ ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പൊ നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറയുന്ന പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. അപ്പൊ നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവനാണ് നമ്മളെ സ്നേഹിച്ചത്, ദൈവമാണ് നമ്മളെ സ്നേഹിച്ചത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കണം. അപ്പൊ ദൈവത്തിന്റെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം സ്നേഹമാകുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കേണ്ടവരാകുന്നു. നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മിൽ വസിക്കുന്നു. ഇതാണ് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ്, അടുത്തത് പിതാവ് പുത്രനെ, ഇവിടെയാണ് ഏറ്റവും വലിയത്, ലോകരക്ഷിതാവായിട്ട്, സേവിയർ ഓഫ് ദ വേൾഡ്. വീണ്ടും നമ്മൾ കാണുകയാണ്, ഇത് വെറുതെ കുറച്ചു പേരെ രക്ഷിക്കാൻ വന്നിരിക്കുന്നതല്ല, ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു. ചുമ്മാ അയച്ചിരിക്കുകയല്ല, കുറച്ചു പേരെ, വിശ്വസിക്കുന്ന കുറച്ചു പേരെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല, ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു. ലോകരക്ഷിതാവായിട്ട്. അപ്പൊ മനുഷ്യനോട് ഉള്ള സ്നേഹം എന്ന് പറയുന്നത് രക്ഷയിൽ അതായത് ദൈവം അയച്ചിരിക്കുന്നത് തന്നെ എന്താ പറയാ, ലോകത്തെ മുഴുവൻ നേടേണ്ടതിനാണ്, ലോകരക്ഷിതാവായിട്ടാണ്. ഇനി നരകമില്ലെങ്കിൽ ദൈവം എന്തിനു മനുഷ്യൻ? അപ്പൊ നരകമില്ലെങ്കിൽ ദൈവം മനുഷ്യനെ എന്തിനു സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വർഗമാണ് മനുഷ്യര്. അങ്ങനെയാണ് നമ്മൾ പൗലോസ്ലിയുടെ ലേഖനത്തിൽ വായിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ വായിക്കാറുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. വി ആർ ചോസൺ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ ക്രിയേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ സ്നേഹിച്ചു, നമ്മെ കണ്ടു. ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുന്നതാണ്. അപ്പോൾ നരകമില്ലെങ്കിൽ ദൈവം മനുഷ്യൻ എന്ത് സ്നേഹിക്കണം എന്ന് പറയണമെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് എപ്പോഴോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ നരകം. എന്ന് പറഞ്ഞാൽ ഇവിടെ ആദിയിൽ ദൈവം സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കും എന്നാണ് നമുക്ക് വാക്യം. ഈ ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഡയലോഗ്, നരകമില്ലെങ്കിൽ ദൈവം എന്തിനു മനുഷ്യനെ സ്നേഹിക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ സ്നേഹിച്ചുവെങ്കിൽ, സ്നേഹിക്കണമെങ്കിൽ നരകം വേണമല്ലോ എന്നാണല്ലോ ഈ ഡയലോഗ് ഉപയോഗിക്കുന്നത്. സ്നേഹിക്കണമെങ്കിൽ നമുക്കൊരു നരകം വേണം, നരകം ഉണ്ടെങ്കിലേ ഉള്ളൂ ദൈവത്തിന് സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നരകം ആദിയിലുള്ളതാണ്, സ്വർഗത്തിനും ഭൂമിക്കും മുമ്പ് നരകമാണ്. എന്ന് പറഞ്ഞാൽ ഒരു നരകവുമായി ബന്ധപ്പെട്ട് ഒരു മൽപിടുത്തത്തിന്റെ ഭാഗമായിട്ടാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ ദൈവത്തിന് അവിടെ ഒരു റൈവൽറി വന്നിരിക്കുകയാണ്. ദൈവത്തിന് അങ്ങനെ റൈവൽറി ഉണ്ടോ? അങ്ങനെയാണോ? നമുക്ക് ദൈവത്തെ പോലെ ആരുമില്ല, ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദൈവത്തിന് റൈവലായിട്ട് അവിടെ വേറെ ആരും വരുന്നില്ല. അപ്പൊ ദൈവത്തിന് പോലും എന്തെങ്കിലും ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ഇവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടികൾക്ക് മുമ്പ് തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് എന്നുള്ള ഒരു ആശയത്തിലേക്ക്, ഒരു വികലമായ ആശയത്തിലേക്കാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നരകം എന്ന ഡിബേറ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ നരകം എന്ന് സൃഷ്ടിച്ചു? അപ്പൊ അവര് പറയുന്ന ചോദ്യം, അത് എന്താണെന്ന് നമുക്ക് വെളിവില്ല, എന്താണെന്ന് അറിയില്ല. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വാക്യമുണ്ട്, പക്ഷെ നരകം സൃഷ്ടിച്ചു എന്നൊരു വാക്യമില്ല. പക്ഷെ ഈ വാക്യം അടിസ്ഥാനത്തിൽ ഇത് നിങ്ങൾ ഏറിയെന്ന് എടുത്തിരിക്കുന്നത്, നരകമില്ലെങ്കിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ലോകസ്ഥാപനത്തിന് മുമ്പ് നരകം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ആദി മുതലേ ഉള്ള ഒരു സംഭവമാണ് നരകം എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ അതാരാണ് സൃഷ്ടിച്ചത്? സൃഷ്ടികൾക്ക് മുമ്പ് ഒരു സൃഷ്ടി, ദൈവത്തിന്റെ സൃഷ്ടികൾക്ക് മുമ്പ് ഒരു സൃഷ്ടി അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ നരകം ആരാണ് സൃഷ്ടിച്ചത്? അപ്പൊ ദൈവത്തിന് തത്തുല്യമോ റൈവലറോ ആയിട്ടുള്ള അല്ലെങ്കിൽ എതിരാളിയോ ആയിട്ടുള്ള ഒരു സംഭവം ആരോ അവിടെ ഇരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ തിയോളജിയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇനി അടുത്തത്, ദൈവത്തിന്റെ സ്നേഹം ഇൻകാർണേഷനിലൂടെ മാത്രമാണോ? അല്ല. റോമർ 5:8 പറയുന്നത് അവിടെ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ക്രൂശ് മരണത്തിലൂടെയാണ് ദൈവം തന്റെ സ്നേഹം പ്രത്യക്ഷമാക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ
അടുത്ത മെയിൻ ഇവന്റ് ആണ്. അതായത് 3 പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ആദ്യത്തത്. അത് ആ ഇൻകാർണേഷൻ ഓഫ് ഗോഡ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. രണ്ട് ഡെത്ത് ഓഫ് ഗോഡ്. ഡെത്ത് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ അത് അവകാശപ്പെടാൻ കഴിയുന്ന ഏക സഭ സുറിയാനി സഭയാണ്. ഡെത്ത് ഓഫ് ഗോഡ് എന്നുള്ളത് വിശ്വസിക്കാൻ പല ആൾക്കാർക്കും കഴിയാറില്ല. പക്ഷെ ഡെത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ക്രൂശു, മരണം, ഡെത്ത്, ആ ഡെത്ത് ദൈവത്തിന്റെ സ്നേഹമായിരുന്നു. ആ ക്രൂശിലെ സ്നേഹം എന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി വിശദീകരിക്കാൻ ഞാൻ ഇതിന്റെ അവസാന ഭാഗത്ത് പറയാം. അപ്പൊ അവിടെയും ഒരു സ്നേഹ പ്രദർശനം ഉണ്ട്. അവിടെ എന്താണ് സ്നേഹ പ്രദർശനം ഉണ്ടായിരുന്നത്? നമ്മൾ പോയി വീടി വലിച്ചതിന്റെയോ മദ്യപിച്ചതിന്റെയോ അല്ലെങ്കിൽ ആരെ പോയി തല്ലിയതിന്റെ ഒക്കെ കുറെ പാപം ചുമന്നിരുന്നതാണോ നമ്മളോട് കാണിച്ച സ്നേഹം? നമ്മളത് ചിന്തിക്കും. അപ്പൊ രണ്ടാം ഭാഗത്ത് റോമർ 5:7 പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അപ്പൊ ലോകത്തെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഈ പദ്ധതി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ഇനി ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇനി മൂവ് ചെയ്യുന്നത്. അപ്പൊ ലോകത്തെ രക്ഷിക്കാൻ വന്നു. ലോകത്തെ രക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി നമുക്ക് ചിന്തിക്കാം. അപ്പൊ വിശ്വസിക്കുന്നവന് അത് യാതൊരു പ്രശ്നമില്ല. വിശ്വസിക്കുന്നവന് എന്തുണ്ട്? വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്. അതിന് യാതൊരു തർക്കവുമില്ല. ആർക്കും ഒരു തർക്കവുമില്ല. ഒരു തർക്കവുമില്ല. അപ്പൊ നിങ്ങൾക്കുള്ള കൂലി, വിശ്വസിക്കുന്നവർക്കുള്ള കൂലി ഓൾറെഡി കിട്ടി. വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടിയ കൂലിയാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ കൂലി പോക്കറ്റ് മേടിച്ചിട്ടിട്ട് മിണ്ടാതെ ഉരിയാടാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അങ്ങ് ചെല്ലുക. അതാണ് ഈ നരകവാദികളോട് പറയാനുള്ള ഒരു കാര്യം. നിങ്ങൾ വിശ്വസിച്ചു, ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചു, നിങ്ങളുടെ ഭയങ്കര കഴിവ് കൊണ്ടോ നിങ്ങളുടെ ബുദ്ധി വൈഭവം കൊണ്ടോ നിങ്ങളെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്ന് തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞത് കൊണ്ടോ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് രക്ഷ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കൂലി കിട്ടിയിരിക്കുകയാണ്. കാരണം നമ്മൾ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം ഒന്ന് നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഒരു കർത്താവായ യേശുക്രിസ്തു ഒരു കഥ പറയുന്നുണ്ട്. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സാദൃശ്യം. അപ്പൊ വേലക്കാരൻ അടുത്ത ദിവസത്തെ ഓരോ വെള്ളിക്കാശ് പറഞ്ഞിട്ട് കുറച്ചു പേരെ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരോട് പറഞ്ഞ് കുറച്ച് ജോലിക്കാരെ വേണം. അപ്പൊ ഓരോ വെള്ളിക്കാശാണ് അവർക്കുള്ള കൂലി. അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണി നേരത്തെ അവർ പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. അപ്പൊ ചന്തയിൽ മെനക്കെട്ടൊക്കെ നിൽക്കുന്ന കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ട് നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുകയും ന്യായമായത് തരാം, നിങ്ങൾക്ക് ന്യായമായത് നമ്മൾ തരും എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു. അവര് പോയി. അങ്ങനെ അവർ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചന്തയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് പറയാം. നമ്മുടെ കേരളത്തിലൊക്കെ അതേപോലെ രാവിലെ ആകുമ്പോൾ ഓരോ ജംഗ്ഷനുകളിലും ആൾക്കാർ പണിക്ക് വേണ്ടി വരാൻ നമുക്കറിഞ്ഞു. അപ്പൊ അവർക്ക് മണി നേരത്ത് ചെന്ന് അങ്ങനെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ പകൽ മുഴുവൻ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുന്നത് എന്തിനാണ്? അപ്പൊ അവര് പറയണ ഞങ്ങളെ ആരും കൂലിക്കൊന്നും വിളിച്ചില്ല എന്ന് അവർ പറഞ്ഞു. അപ്പൊ നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ തുടങ്ങി മുമ്പന്മാരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് അപ്പൊ ഏറ്റവും അവസാനം വന്ന ആൾക്കാര് എത്രയാണ് വാങ്ങിച്ചത്? ഓരോ വെള്ളിക്കാശ് വെച്ചെന്ന് മേടിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഇതിനു മുമ്പ് വന്ന ആൾക്കാര് എന്ത് ചിന്തിച്ചു? തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. അവർക്ക് ഓരോ വെള്ളിക്കാശ് കിട്ടി. അപ്പൊ കൂടുതൽ കിട്ടുമെന്ന് ചിന്തിച്ചു. പക്ഷെ അവർക്കും ഈ വൈകി വന്നവരുടെ അതേ കൂലി തന്നെ കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുകാരുടെ നേരെ പിറുപിറുത്തു. ഈ പിൻപന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവന്റെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഒരു ശരിക്കും നിങ്ങൾ ഇപ്പൊ പല ആൾക്കാരും പറയുന്ന ഒരു സംഭവമാണ്, നരകമുണ്ട്. ദൈവം സ്നേഹവാനാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ദൈവം നീതിമാനും കൂടിയാണ്. ജസ്റ്റിസ്, ദൈവത്തിന്റെ നീതി, ന്യായമുള്ളവനാണ്, നല്ല ന്യായാധിപതിയാണ് ദൈവം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം ഒക്കെ ശരിയാണ്. അതൊക്കെ അങ്ങോട്ട് മാറ്റി സൈഡിലോട്ട് വെക്ക്. ഈ ഡയലോഗ് ആരുടെ ഡയലോഗാന്നറിയാം? ആദ്യം വന്നവന്റെ ഡയലോഗാ. അവന് ദൈവത്തെ അറിയാം. അവൻ ഭയങ്കര എന്താ പറയാ, പാപം ചെയ്യുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാർ നരകത്തെ പറ്റി ചോദിച്ചു, വ്യഭിചാരം ചെയ്യാമോ, കൊലപാതകം ചെയ്യാമോ, മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്യാമോ?
ഇതൊന്നും ചെയ്യാതെ അവൻ അവിടെ ഇരുന്ന് ഭയങ്കര വിശുദ്ധിയോടും വേർപാടോടും നിൽക്കുകയാണ്. പക്ഷെ അവനും ഇത് ചെയ്തവനും അതായത് വൈകി വന്നിട്ട് ഇതൊന്നും കഷ്ടപ്പാടും എടുക്കാത്തവനും ഒരേ കൂലി കൊടുത്തപ്പോ അവന് പിറുപിറുപ്പ് വന്നു. അപ്പൊ അവനും ചോദിക്കുന്നതാണ്, നിങ്ങൾ വലിയ സ്നേഹമൊക്കെയാണ്, പക്ഷെ ഇതിനൊരു ന്യായം വേണ്ടേ, ഇതിനൊരു നീതി വേണ്ടേ? ഞങ്ങൾ ഇവിടെ അപ്പൊ നിങ്ങൾ മാനുഷിക രീതിയിൽ നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നീതി പ്രകാരം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ശരിയാണല്ലോ. അവൻ കുറഞ്ഞ ടച്ചിന് വന്ന ആളാണ്. ഫുൾ ടച്ചിന് വന്നവന് കോട്ടെ 800, നിങ്ങളുടെ നാട്ടിലേക്ക് എത്ര പറയില്ല, എന്റെ നാട്ടിലൊക്കെ 900 1000 ഒക്കെയാണ്. എറണാകുളത്തൊക്കെ നമ്മളിപ്പോ ദിവസ കൂലിയൊക്കെ കൊടുക്കുന്നതിന് 1000 രൂപ എന്തായാലും കിട്ടും. അപ്പൊ നോക്കട്ടെ, നിങ്ങൾക്ക് ഫുൾ ടച്ചിനുള്ളവർക്ക് 800. ഇവൻ വന്ന് 1 മണിക്കൂർ പോലും വർക്ക് ചെയ്തിട്ടില്ല, ഇവനൊരു 200 250, അത് മതി. അതിന്റെ അപ്പുറത്ത് ഇതല്ല ന്യായം. നമ്മൾ ചിന്തിക്കുന്ന ന്യായം അതാണ്. ഇത് തന്നെയാണ് അവിടെ വന്ന മുമ്പന്മാരുടെയും ന്യായം. ശരിയാണ്, അത് ന്യായമാണ്, മാനുഷിക രീതിയിൽ ചിന്തിക്കുമ്പോൾ ന്യായം. പക്ഷെ ദൈവത്തിന്റെ ന്യായം അവിടെയല്ല. ദൈവത്തിന്റെ ന്യായം അടുത്തത് പറയാണ്, ഈ പിൻപം അത് വാങ്ങിയിട്ട് പിറുപിറുക്കുകയാണ്. എന്നിട്ട് അവനും എനിക്കും ഒരേ കൂലി കിട്ടിയിരിക്കുകയാണ്. 1000 രൂപയും അവനും കിട്ടി. വെറുതെ 1 മണിക്കൂർ ഒന്ന് വർക്ക് ചെയ്തവനും 1000 രൂപ കിട്ടി എന്ന് ചിന്തിക്കുക. നിങ്ങൾ മാനസിക വിഷമം ഉണ്ടാകും, തീർച്ചയായിട്ടും വിഷമം. പക്ഷെ ആ വൈകി വന്ന ആൾക്കാർ എന്ന് പറയുന്നത് നമ്മളാരും ഈ ആദ്യം ഇരുന്ന് വർക്ക് ചെയ്തവനെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാലും അവനൊരു പിറുപിറുപ്പുണ്ടാവും, മാനസികമാണ്. അപ്പൊ അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞു. അപ്പൊ ഇത് അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉടയവനോട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഉടയവൻ പറയാണ്, സ്നേഹിതൻ, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 വെള്ളിക്കാശാണ്, 1 പണമാണ് ചോദിച്ചത്, അത് നിനക്ക് തന്നിട്ടുണ്ട്. നീ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സ് പോലെ ചെയ്യുവാൻ അതായത് എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സ് പോലെ ചെയ്യാൻ എനിക്ക് ന്യായമില്ലയോ? അത് ഉടയവന്റെ ഇഷ്ടമാണ് എന്ത് കൂലി കൊടുക്കണമെന്ന്. അത് നീ ജഡ്ജ് ചെയ്യരുത്. സൗണ്ട് ഇല്ല എന്ന് പറയുന്നു. അപ്പൊ ഉടയവൻ പറയാണ്, നീ അത് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. നിനക്ക് ഞാൻ 1 വെള്ളിക്കാശാണ് പറഞ്ഞിരിക്കുന്നത്, അത് നീ മേടിച്ച് നീ പോക്കറ്റിലിട്ട് നിന്റെ വഴി നോക്കുക. നീ മറ്റുള്ളവനെ പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് അടുത്ത വാക്യമാണ് ഏറ്റവും രസം, ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ഇപ്പൊ കർത്താവ് ഇപ്പൊ ഇവിടെ ഉടയവൻ ആണ്. എന്താണ്? ഞാൻ നല്ലവനാണ്, എന്റെ നന്മയാണത്. എല്ലാവർക്കും തുല്യമായി നമ്മൾ ആ ഒരു വേജസ് കൊടുത്തത് ആ ഉടയവന്റെ നന്മയാണെന്ന് ആ ഉടയവൻ ഇവിടെ അവകാശപ്പെടുകയാണ്. ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? ഈ ഇപ്പൊ വ്യഭിചാരം ചെയ്യുന്നവനെയും ചുങ്കക്കാരെയും പാപികളെയും ഈ പറയുന്ന ആളുകളെ എല്ലാം സ്വർഗരാജ്യത്തിലേക്ക് എത്തിക്കും എന്ന് പറയുമ്പോൾ നിന്റെ കണ്ണ് കടിക്കുന്ന എന്തിനാണ്? പരീക്ഷ. പരീക്ഷ നിന്റെ ചിന്തയാണത്. നീ എന്തിനാ കണ്ണ് കടിക്കുന്നത്? നിനക്കുള്ള കൂലി എന്താണ്? നിനക്ക് ദൈവത്തെ അറിയാം. നീ ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞു നടക്കുന്നവനാണ്. നീ ദൈവത്തിന്റെ സ്വന്തം ആളാണ്. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാൻ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നവനാണ്. നീ വിസയൊക്കെ റെഡിയാക്കി വെള്ള ഷർട്ടൊക്കെ ഇട്ട് വെള്ള പാൻറ്റൊക്കെ ഇട്ട് ഇരിക്കുന്നവനാണ്. അതൊക്കെ ശരിയാണ്. നിന്റെ കൂടെ നിന്റെ ചിലപ്പോ എതിരാളിയായിട്ടുള്ള ആള് അത് അന്യായമല്ല എന്നാണ് ഈ അതിനകത്ത് പറയുന്നത്. നിന്റെ കൂടെ ഉള്ളവന് സെയിം നിന്റെ കൂലി കൊടുത്താൽ നിനക്കെന്താ പ്രശ്നം? നിനക്കുള്ളത് മേടിക്കുക. ഇനി നിനക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ നീ ആരാ? നിനക്ക് ദൈവത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്തത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. അതെവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ സുവിശേഷമല്ല, സോറി, 1 യോഹന്നാൻ 3 6 വാക്യം ഒന്ന് വായിക്കുകയാണ്. 1 യോഹന്നാൻ 3 6 വാക്യം. അപ്പൊ സോറി, 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യമാണ് വായിക്കാൻ പോകുന്നത്. 1 യോഹന്നാൻ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്കും തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇനി അടുത്ത വാക്യമാണ്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. പരീക്ഷ, വിശുദ്ധ, നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിന്നിട്ട് നിനക്ക് പറയും, നീ ഇപ്പൊ പറയുകയാണ്
എനിക്ക് വ്യഭിചാരം ചെയ്യാമോ? ഞാൻ വ്യഭിചാരം ചെയ്തില്ലല്ലോ, ഞാൻ കൊലപാതകം ചെയ്തില്ലല്ലോ, ഞാൻ കള്ളസാക്ഷ്യം ചെയ്തില്ലല്ലോ. നിനക്ക് എന്താ ക്ലെയിം ഉള്ളത്? ഈ ഈ സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നവനും ഈ പാപികളെയും മറ്റ് ദൈവത്തെ അറിയാത്തവരെയും ദൈവത്തെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാത്തവരെയും ഒക്കെ വിധിക്കുന്ന നീ പറ, നിനക്ക് ദൈവത്തിന്റെ മുന്നിൽ എന്താണ് നിനക്ക് പറയാനുള്ളത്? അത് നീ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്താണ് നിനക്ക് അത് പറയാൻ പറ്റുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതാണ് പറയുന്നത്. നിനക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നീ കൃത്യമായിട്ട് എന്തോ ഭയങ്കര കഷ്ടപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നു. നിന്നെ തന്നെ വഞ്ചിക്കുകയാണ്. ഇത് സകല പാപവും പോകുന്നത് നിനക്ക് ദൈവത്തിന്റെ മുന്നിൽ നീ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും നിനക്ക് അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് നിന്റെ ഒരു പ്രവൃത്തി കൊണ്ടോ, നിന്റെ പാപം ചെയ്യാത്ത നിന്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നീ പറയും. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ കൃപ നിനക്ക് കിട്ടിയതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടും. ഒരു വ്യത്യാസവും ഇല്ല. ഇത് പല ആൾക്കാരും യേശുവിനെ അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ അങ്ങ് ദൈവത്തിന്റെ കൂടെ പോകും. യേശുവിനെ വിശ്വസിച്ചിട്ട് എല്ലാ പൂക്കൃത്തരം കാണിക്കും. യേശുവിനെ അങ്ങ് വിശ്വസിച്ചാൽ എല്ലാ പൂക്കൃത്തരം കാണിച്ച് തീരുമാനമാകും. ഈ പറയുന്ന ദൈവത്തെ അറിഞ്ഞവനും അറിയാത്തവനും എല്ലാം ഒരേപോലെ കുറ്റക്കാരാണ് ദൈവത്തിന് മുന്നിൽ. ആർക്കും ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒരേപോലെയാ. ഇപ്പൊ നീ ഇരുന്ന് എത്ര കൈയടിച്ചാലും, നീ എത്ര ഉപവസിച്ചാലും, അവിടെയാണ് ഈ പൗലോസ്ലീഹ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, നീ ഇവിടെ അന്യഭാഷ ഇരുന്ന് പറഞ്ഞാലും, നീ ഇവിടെ വലിയ വലിയ പ്രവചനങ്ങളും പറഞ്ഞാലും, നീ ഇവിടെ ആളുകളുടെ മുന്നിൽ പുൽപ്പുറ്റിലൊക്കെ ഇരുന്ന് ഭയങ്കര തിയോളജി പറഞ്ഞാലും, ദൈവത്തിന്റെ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നീ ഒന്നുമില്ല. കാരണം പറയാണ്, നിനക്ക് നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഇവിടെ ഏറ്റവും വലിയ അപ്പോസ്തോലനായിട്ടുള്ള പൗലോസ്ലീഹ, ഏറ്റവും കൂടുതൽ പ്രബോധനങ്ങൾ എഴുതിയിട്ടുള്ള അപ്പോസ്തോലനായ പൗലോസ്ലീഹ പറയാണ്, മോഹിക്കരുത് എന്നൊരു പാപമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപത്തെ അറിയില്ലായിരുന്നു. അപ്പൊ പൗലോസ്ലീഹ പോലും വീഴുന്നു. പൗലോസ്ലീഹ ഒരൊറ്റ പാപത്തിലാണ് വീണിരിക്കുന്നത്, മോഹിക്കരുത്. അപ്പൊ പിന്നെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പൗലോസ്ലീഹയുടെ മുകളിലും കൃപാവരങ്ങളൊക്കെ ഉള്ള എത്ര പേര് ഈ ലോകത്ത് ഇപ്പൊ ഈ നരകം ബാധിക്കുന്ന എത്ര പേർക്ക് അതിനുള്ള പറയുന്നുണ്ട്. എല്ലാവരുടെ വിഷയം നരകമുണ്ട്. അപ്പൊ ഈ വ്യഭിചാരം ചെയ്യുന്നവരും പാപം ചെയ്തവനും എവിടെ പോകും? നീ എന്തിനാ മറ്റുള്ളവനെ ചിന്തിക്കുക? നിനക്ക് ദൈവത്തെ മനസ്സിലായോ? നീ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നിന്റെ കൂലി, നീ ചെയ്തതിന്റെ കൂലി നീ പോക്കറ്റിൽ മേടിച്ച് മിണ്ടാതെ അവിടെ പോയിരിക്കുക. നീ മറ്റുള്ളവനെ വിധിക്കാൻ നിൽക്കണ്ട. അപ്പൊ ആ മറ്റുള്ളവനെ വിധിക്കാൻ വേണ്ടി നീ എന്നെ പോലെ ആകണമെന്നും എന്റെ ആശയത്തിൽ വരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നീ നടക്കണമെന്നും ഉള്ള വാശിയിൽ എന്നുള്ള പിറുപിറുപ്പിൽ നീ മറ്റുള്ളവനെ ഒരു നരകം ഉണ്ടാക്കി സൃഷ്ടിച്ച് അവനെ അതിലിട്ട് കരിക്കുമെന്നും പൊരിക്കുമെന്നും നശിപ്പിക്കുമെന്നും പറഞ്ഞ് അവനെ പേടിപ്പിച്ച് അവന്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്ത് നീ നിന്റെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്ന കള്ള പരീക്ഷ വിശുദ്ധന്മാരെ. ഈ വിശുദ്ധൻ എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റൽ ടീച്ചിങ്ങിലൊക്കെ ഉള്ള ഈ പാശ്ചാത്യ രീതിയിലുള്ള കുറെ വിശുദ്ധന്മാരുണ്ട്. ഞാൻ സഭയുടെ വിശുദ്ധന്മാരെ കുറിച്ചല്ല പറയുന്നത്. വിശുദ്ധന്മാരാണെന്നും പറഞ്ഞു വിശുദ്ധിയും വേർപാടുമുള്ള വിശുദ്ധന്മാരാണെന്ന് പറയുന്ന കുറെ ആളുകളുണ്ട്. സുഹൃത്തുക്കൾ, ഞാൻ ഈ പെന്തക്കോസ്റ്റിൽ നിന്ന് കടന്നു വന്ന ഒരാളാണ്. ഞാൻ പെന്തക്കോസ്റ്റില് നമ്മൾ രണ്ട് ആരാധന തമ്മിലുള്ള വ്യത്യാസം ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഇത് പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ഒരു പെന്തക്കോസ് ആരാധനയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നിങ്ങൾ കൈയടിച്ച് പാടും, ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയാം, നിങ്ങൾ കൈയടിച്ച് പാടുന്നതിന്റെ ആ സന്തോഷം എന്താ പറയുക? പെന്തക്കോസിലെ ആ സന്തോഷം എന്താണ്? ഞാൻ സ്പെഷ്യലാണ്, ഞാൻ ദൈവത്തിന് ഒരു സ്പെഷ്യൽ ആളാണ്, മറ്റുള്ളവരെ പോലെയല്ല, ഞാനൊരു പ്രത്യേക പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ള എന്തോ ആണ്. അപ്പൊ പക്ഷെ എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അതും ഇതൊക്കെ കാണിച്ച് കൈയടിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ്, അന്യഭാഷ പറയുമ്പോഴുള്ള അനുഭവം എന്താണെന്ന് നമുക്ക് അറിയാം. ഈ അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ജയം എടുക്കുക എന്നൊരു പരിപാടി ഉണ്ട്. അതായത് നമ്മൾ എന്തിനൊക്കെ ജയിച്ചു, വലിയ യുദ്ധമാണ് നടക്കുന്നത്, വലിയ യുദ്ധം, പോരാട്ടം, സാത്താനിക ശക്തികളെ പോരടിച്ച് നമുക്കെതിരെ നിൽക്കുന്നതിനെ എല്ലാം ഇടിച്ച് തെറിപ്പിച്ച്, അന്യഭാഷ പറയുന്നതുകൊണ്ട് ഫീലിംഗ് ഇതാണ്, ഇടിച്ചു നിന്ന് നമുക്ക് ജോലി സ്ഥലത്ത് പാര വെച്ച, നമ്മൾക്ക് അയൽവക്കക്കാരുടെ അതിർത്തി മാന്തിയ അയൽവക്കക്കാരനെ ഒക്കെ നശിപ്പിച്ച് നമ്മളോട് എതിർത്ത് നിന്ന ആൾക്കാരെയൊക്കെ നമുക്കിട്ട് പാര വെച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെക്കാളും ഉയർന്നു പോയ നമുക്ക് അസൂയുള്ള ആളുകളൊക്കെ ഇടിച്ച് അവരെക്കാളും വലിയ നിലയിൽ എത്തുന്ന ഒരു ജയം പ്രാപിക്കലാണ്. അപ്പൊ ഈ അന്യഭാഷ ആരാധന കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്താ പറയുമ്പോൾ, ഞാൻ ദൈവത്തിൽ നിന്ന് എന്തോ പ്രാപിച്ചു. അപ്പൊ ഞാൻ എൻ്റെ ആരാധന കൊണ്ട് എന്തോ പ്രാപിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ എന്തൊക്കെയാണ് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഈ പെന്തക്കോസ്റ്റിലെ ആൾക്കാരുടെ ആരാധന കഴിയുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്.
അത് നിങ്ങൾക്ക് മനസ്സിലായി. അവർക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ എന്തൊക്കെയായി, കാരണം എന്നെ ദൈവം ജയമെടുപ്പിച്ചു. പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു അനുതാപത്തോടെ അവിടെ നിൽക്കുന്നില്ല. ഞാൻ എന്തൊക്കെ, അതാണ് ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്തോ, ആ സന്തോഷത്തിലാണ് അവൻ തുള്ളിച്ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്നതും അല്ലാണ്ട് ഞാൻ എന്തോ ആയി എന്നുള്ള ചിന്താഗതിയാണ്. ഇത് നിങ്ങൾ ഓരോ പെന്തക്കോസ്തുകാരും, ഇത് എന്നെ മാത്രം അനുഭവം, ഞാൻ പല ആൾക്കാരോടും അനുഭവം ചോദിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എന്നാൽ ഒരു സുറിയാനി സഭയുടെ അല്ലെങ്കിൽ ഒരു കുർബാനയിൽ നിങ്ങൾ പോയി ചെല്ലുക. നിങ്ങൾ ആ കുർബാനയിൽ ചെല്ലുമ്പോൾ ആദ്യോടന്തം നിങ്ങൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ പോകും. ഇത് ചിലപ്പോൾ അവിടുത്തെ പാരമ്പര്യമായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു സുറിയാനി സഭയുടെ കുർബാനയ്ക്ക് ചെന്ന സമയത്ത് അവിടുത്തെ ആ ലിറ്റർജി വായിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ദൈവമേ നീ പരിശുദ്ധനാകുന്നു, അവിടെ ആദ്യത്തെ ലൈനിൽ തന്നെ പരിശുദ്ധനാകുന്ന ദൈവമേ പരിശുദ്ധനാകുന്ന, പിന്നെ അവിടെ വേറെ ഒന്നുമില്ല അവിടെ. എന്നിട്ട് അവിടെ ലാസ്റ്റ് നമ്മൾ പറയുന്നുണ്ട്, ആ ഓരോ ഇതിന്റെ അവസാനം ക്രൂശിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഒരൊറ്റ ഒരു കാര്യം മാത്രമേ ഒരു മനുഷ്യനെ അവിടെ ചോദിക്കാനുള്ളൂ, ഞങ്ങളോട് എന്ന് പറഞ്ഞാൽ അവനെ തന്നെ കൺഫെഷനാണ് ആ ആരാധന. അവന്റെ ആരാധനയിൽ അവന്റെ കൺഫെഷനാണ്. ഇത് ഒരു പരീക്ഷന്റെ ഒരു പാവിയുടെ പ്രാർത്ഥന നമുക്ക് ബൈബിളിലെ ഒരു പാരബിളായിട്ട് കാണാൻ പറ്റും. അനുതാപത്തോടുള്ള പ്രാർത്ഥന, അനുതാപത്തോടെയുള്ള ആരാധന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ യശ്യാവിന്റെ പുസ്തകത്തില് യശ്യാവിന് തോന്നിയൊരു ഫീലിംഗ് ഉണ്ട്, അയ്യോ ഞാൻ അരിഷ്ടനായ ഒരു മനുഷ്യൻ. സ്വർഗീയ ആരാധന ഞാൻ അതാണ് കറക്റ്റ്. നീ ആരാധിക്കുമ്പോൾ നീ ഒരു ഒന്നിനും ഈ ലോകത്തിന് ഏറ്റവും കൊള്ളൂലാത്തവൻ എന്ന് ഉദ്ദേശിക്കുന്നത് നീ ഒന്നിനും കൊള്ളൂലാത്തവൻ എന്നുള്ള അർത്ഥത്തിലല്ല. നിനക്ക് പുകഴുവാൻ ഒന്നുമില്ല എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നിനക്ക് മറ്റുള്ളവന്റെ മുകളിൽ ചിന്തിക്കുന്ന നിന്റെ അഹങ്കാരങ്ങൾ, നിന്റെ പ്രൈഡ്, നീ വലിയവനാണെന്നുള്ള ചിന്തയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. അതിനെയാണ് നീ ഒന്നുമില്ല എന്നുള്ള തോന്നൽ തോന്നുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നീ ഒന്നിനും കൊള്ളൂലാത്തവനാണ്, നീ പോയി തൂങ്ങിച്ചാകാനുള്ള അർത്ഥത്തിലുള്ള ആ സംഭവത്തിലല്ല. ഇത് കണ്ടക്സ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കണം. നീ ഒന്നുമല്ല എന്നുള്ള തോന്നൽ എന്ന് പറഞ്ഞാൽ നിന്നെക്കാളും കൊള്ളൂലാത്തവനായി കൊള്ളൂലാത്തവെന്ന് ഉദ്ദേശിക്കുന്നത് നിന്നെക്കാളും വലിയവന്മാരാണ് ഇവിടെ നിൽക്കുന്നതിന് സകല ആൾക്കാരാണെന്നുള്ള ഫീലിംഗ് ആണ് ഒരു കുർബാനയിൽ നമുക്ക് തോന്നുന്നത്. കരുണ ചെയ്യണമേ, എല്ലാത്തിനും കരുണ ചെയ്യണമേ. നീ ഇതേ സമയം അതേ അപ്പുറത്ത് പെന്തക്കോസ്ത് ഹാളിൽ നടക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ വലിയതായിട്ട് ഉയർത്താൻ പോവാണ്, കൂട്ടുകാരിൽ പരമായിട്ട് നിന്നെ അങ്ങ് ഉയർത്താൻ പോവാണ്, നിന്റെ കൂട്ടു സഹോദരങ്ങൾ, നിന്റെ കൂടപ്പറപ്പിനേക്കാളും നിന്നെ അങ്ങ് ഉയർത്തി മേളിലോട്ട് വിടാൻ പോവാണ്. നിന്റെ ബിസിനസ്സിനെ ഇങ്ങനെ ഉയർത്തി പൊക്കിയടിച്ച് കൊണ്ടുവരാൻ പോവുകയാണ്, നിന്നെ ആണ്ട് വലിയ തേങ്ങയാക്കാൻ പോവുകയാണ്. ഇതാണ് അപ്പുറത്തെ ആരാധന. അതേസമയം ഇപ്പുറത്ത് അനുതാപത്തോട് കർത്താവേ കരുണ ചെയ്യണമേ, തമ്പുരാനേ കരുണ ചെയ്യണമേ. അവസാനം ആ പുരോഹിതനും പറയാ ഈ പാവിയായ ദാസനും വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്താ പുകഴുന്നത് അവിടെ? ദൈവത്തിന് മാത്രം സകല ബഹുമാനവും പുകഴ്ചയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടുള്ള സത്യ ആരാധന. അതായിരുന്നു സ്വർഗീയമായ ആരാധന. അതാണ് യെശയ്യാവ് കണ്ട ആരാധന. യെശയ്യാവ് അങ്ങനെയാണ്. യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോഴേക്ക് തകർന്നു തരിപ്പണം പോയി. അവന്റെ അഹങ്കാര ചിന്തകള്, യെശയ്യാവിന്റെ അല്ല, നമ്മുടെ ദൈവത്തെ യഥാർത്ഥമായി കാണുമ്പോൾ ഞാൻ എന്ന ഭാവം, ഞാൻ എന്തോ ആണെന്നുള്ള ഭാവം ഇല്ലാതെയാകുന്ന അതാണ് കൃത്യമായ ആരാധന. അപ്പൊ നീ ചിന്തിക്കുക, നിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെക്കാളും നീ വലിയ കേമനാണോ നീ ചിന്തിക്കരുത്. ഇതാണ് നരകത്തിലേക്ക് നിന്നെ നയിക്കുന്നത്. അതായത് പെന്തക്കോസിലുള്ള ആൾക്കാർ ഞാൻ എന്തൊക്കെ ആയി, ഇനി ഞാൻ സ്പെഷ്യലാണ്, ഇനി ഇവിടെ കുറെ പാപികളായിട്ട് കുറെ ആൾക്കാർ, ദിവന്മാര് നരകത്തിൽ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ ഔദാര്യത്തിൽ നിന്നോട് ഞാൻ സുവിശേഷം പറയാണെന്നാണ് പല ആൾക്കാരും എന്ന് പറയുന്നത്. സഹോദര, ഇത് എനിക്ക് പറയണമെന്ന് വെച്ചിട്ട് എനിക്കിപ്പോ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ദൈവം ഏൽപ്പിച്ചൊരു ശുശ്രൂഷ ഞാൻ ചെയ്തു. വേണമെങ്കിൽ നീ കേട്ടോ, ഇല്ലെങ്കിൽ നീ പോയി നരകത്തിൽ പോയി പുഴുവിനെ എണ്ണിക്കളിക്കാം. ഇങ്ങനെ ഒരു പ്രസംഗം തന്നെ ഉണ്ട് കേട്ടോ. പെന്തക്കോസ്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രസംഗമാണ്, വേണമെങ്കിൽ ഈ സുവിശേഷം നീ കേട്ടോ, അല്ലെങ്കിൽ നീ പോയി നരകത്തിലെ പുഴുവിനെ എണ്ണിക്കളിക്കാം. ഷമീർ കൊല്ലം എന്ന് പറയുന്ന ഇസ്ലാമിക നരകസങ്കല്പത്തിൽ നിന്ന് വന്നിട്ട് പെന്തക്കോസ്തിൽ വന്നിട്ട് പറഞ്ഞൊരു ഡയലോഗാണ്. വേണമെങ്കിൽ നീ വിശ്വസിച്ചു. അപ്പൊ ഇതാണ് ഒരു പെന്തക്കോസ്ത്. പക്ഷെ ഇവിടെ യഥാർത്ഥ സഭയിലുള്ള ആൾക്കാർക്ക് അതൊന്നും പറയാനില്ല. കർത്താവേ എന്നോട് കരുണ ചെയ്യണം, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല, എനിക്ക് പുകഴുവാനൊന്നുമില്ല, ഈ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുണ്ട്, നീ ഉള്ള കൂലി എനിക്കിങ്ങ് തന്നേരും, എന്നോട് കരുണ ചെയ്തിട്ട് ഉള്ള കൂലി. അപ്പൊ കരുണ ചെയ്ത സമയത്ത് ഇവിടെ വീട്ടുടയവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? എല്ലാ വിശുദ്ധന്മാർക്കും കൊടുക്കുന്ന ഒരു പ്രതിഫലം ആ കരുണയുടെ പുറത്ത് എടുത്തു കൊടുക്കുകയാണ്. നീ 1 മണിക്കൂറെ ജോലി ഇല്ലെങ്കിൽ നിനക്ക് 10 മണിക്കൂറിന്റെ ജോലി. എന്ത് സന്തോഷം! അതല്ലേ സന്തോഷം.
അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് പറയാണ് ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാനിവിടെ ഇപ്പൊ 10 മണിക്കൂർ ഇവിടെ ഇരുന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുക, ഇന്ന് ഞാൻ ഭയങ്കര സങ്കല്പം, ഒരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടുമെന്നൊക്കെ കരുതി കയറി ചെന്നതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരുത്തം ഭാവിയായിട്ട് ഒരുത്തം കരുണ ചെയ്യണേന്ന് പറഞ്ഞിട്ട് അതേ തുക മേടിച്ചുകൊണ്ട് വന്നപ്പോ ഇവന് ഇവിടെ നിന്ന് കുറുകൊടുക്കാം. അതെന്ത് ശരി, അത് ന്യായമാണ്? അവനെ നരകത്തിലിടണ്ടേ? അവനെ പ്രശ്നത്തിലാകണ്ടേ? അവൻ ഇത്രയും കഷ്ടപ്പെട്ടോ? ഞാൻ വ്യഭിചാരം ചെയ്തോ? ഇതൊക്കെ പറയും. ഈ വ്യഭിചാരം ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ സ്വയം പരിശോധനയ്ക്ക് വിധേയരാകുക. കാരണം ഈ വ്യഭിചാരം പാവമാണ്, കൊല പാവമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ സ്വയം പരിശോധിക്കേണ്ടതാണ്. നീ വ്യഭിചാരം ചെയ്തെന്ന് നീ ഫിസിക്കലി പോയി വ്യഭിചാരം ചെയ്തില്ലെങ്കിലും നീ മോഹിച്ചിട്ടുണ്ടോ? തീർന്നു. നീ സഹോദരനെ പകച്ചോ? നീ കൊലപാതകനാണ്, തീർന്നു. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാ. കർത്താവ് അടിച്ചു പൊളിച്ച് കളഞ്ഞു. നിന്റെ ഈ ഒരു പരിപാടി, നിന്റെ ഉടായ്പ പരിപാടി ഒന്നും നടക്കില്ല. അപ്പൊ പറയും എന്നാ പിന്നെ ഞാൻ പോയി ശരിക്കും അങ്ങ് ചെയ്യുന്നല്ലോ, എന്തായാലും ഇത്ര രൂപ കിട്ടും, എന്നാ പിന്നെ ഈ അവസാനത്തെ കൂലിക്ക് കിട്ടും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഈ രീതിയിലുള്ള ചിന്താഗതിയാണ് ഇപ്പൊ നമ്മളെ നരക സങ്കല്പം നമ്മളെ കൊണ്ടുവരുന്ന കുറെ വിഷയങ്ങളാണ് ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ നേരത്തെ ഇട്ട ഒരു പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല, അവിടെ അനുതാപമാണ്. ഇവിടെ എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഇപ്പൊ ഒരു ഉപവാസ പ്രാർത്ഥന, ഒരു നൊയമ്പോ ഇത് വന്നു കഴിയുമ്പോഴൊക്കെ നമ്മൾ ആരാധിപ്പാൻ എനിക്ക് കാരണമുണ്ട്. എന്താ കാരണം? എന്റെ ദൈവം ഉയർത്തി, ഞാൻ വീട് പോയി ഉയരില്ല എന്ന് ആരാണ്ടൊക്കെ നിരൂപിച്ച് അവന്മാർക്കിട്ടൊക്കെ പണി കൊടുത്ത് എന്നെ ദൈവം ഉയർത്തി. ഇതൊക്കെയാണ് നമ്മൾ ഈ പെന്തക്കോസിൽ ഇരുന്ന് പാടുന്നത്, ഈ നരകവാദിയിൽ ഇരുന്ന് പാടുന്നത്. എന്നെ ദൈവം ഉയർത്തി, എന്നെ ദൈവം അങ്ങ് മേലോട്ട് ഇരുത്തി. അതൊക്കെ ശരിയാണ്, നിനക്ക് ഉയർത്തി. പക്ഷെ നിനക്ക് എന്താ പുകഴാനുള്ളത്? നിനക്ക് ഉയർത്തിയതിനകത്ത് എന്തെങ്കിലും എന്നിട്ട് നീ പറയുന്നത് എന്താ? നിന്റെ കൂട്ടുകാരിൽ പരമായിട്ട് നിന്നെ കൂട്ടുകാരെക്കാളും വലിയ രീതിയിൽ അങ്ങ് വലുതാക്കി, പിന്നെ നിന്റെ സഹോദരങ്ങളെക്കാളും വലുതായിട്ട്. അപ്പൊ സഹോദരങ്ങളോട് പിണക്കം, കൂട്ടുകാരോട് പിണക്കം, സമൂഹത്തോട് പിണക്കം, ഇങ്ങനത്തെ ഒരു വെറുപ്പിന്റെ ആത്മാവിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം ആരാധന. അതേസമയം ഒരു 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 സുറിയാനി കാരന്റെ ഒരു പാട്ട് നിങ്ങൾ നോക്കുക. അവന്റെ കണ്ണുകൾ, അവന്റെ കാലുകൾ, അവന്റെ ചെവി, അവന്റെ ഹൃദയം, നിലവുകൾ, ചിന്തകൾ, ആ പാട്ടാണ് നമ്മളെ അത് ആ മാർപ്രേം എന്ന് പറയുന്ന ഒരു പിതാവ്, ആ പിതാവിന്റെ വരികളിൽ നിന്ന് അത് വന്നത് നിങ്ങളൊന്ന് കേട്ടു. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു ഇതാണ് ഈ പറയുന്ന ഈ പാട്ട്. ഞാൻ ആ പാട്ട് ഇപ്പൊ പ്ലേ ചെയ്യുകയാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻ ചിറകാൽ മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ. ഒളിവായി നോക്കിയിടാതെന്റെ കണ്ണുകളെ നീ കാക്കണമേ. വഞ്ചന കേൾക്കാതടിയന്റെ കാതുകളെയും കാക്കണമേ. എന്നധരങ്ങൾ എന്നും നീ കാവലതായും നിൽക്കണമേ. എന്നുള്ളിൽ ദോഷം ചെയ്യുവാനുള്ള വിചാരം ഉദിക്കരുതേ. കർത്താവേ, നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ. സൗരഭ്യത്താൽ നിന്നെ നീ കിംബപ്പെടുത്ത ഇടവരണേ. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചീലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ
ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മറ്റുള്ളവൻ ചെയ്യുന്നതാണ് നിന്റെ പ്രശ്നമെങ്കിൽ നീ അവരെ വിധിക്കാൻ നിൽക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. നിനക്ക് നിന്റെ കാര്യം, നിന്റെ കൂലി മേടിച്ച് നീ പോവുക. നീ മറ്റുള്ളവനെ വിധിക്കുന്നത് ദൈവത്തിന് വിട്ടേക്കാനാണ് ദൈവം പോലും പറയുന്നത്. അപ്പൊ നീ മറ്റുള്ളവനെ നരകത്തിലേക്ക് വിടാൻ വേണ്ടി നിൽക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. ഇനി അടുത്തത് എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനാവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പൊ സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചിരിക്കുന്ന എന്താണ്? യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തിരിക്കുന്നതാണ്. അതിന് മുമ്പുള്ളൊരു വാക്യമാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് ആരെയാണ് തെരഞ്ഞെടുത്തത്? വിശ്വസിക്കുന്നവരെയാണോ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അതോ വിശുദ്ധന്മാരാകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരെയാണോ, മുൻനിയമിക്കപ്പെട്ടവരെ മാത്രമാണോ ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? അതോ സ്നേഹിച്ചിരിക്കുന്നത്? ഇപ്പൊ ലോകത്തെ സ്നേഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും അതിനകത്ത് കൊണ്ട് ഒരു ഫിൽട്ടർ വെക്കും. അതായത് അത് വിശ്വസിക്കുന്ന ആൾക്കാർ അങ്ങനെയാണോ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അവനിൽ തിരഞ്ഞെടുക്കുന്ന തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം എന്തായി തിരുഹിതത്തിന്റെ പ്രസാദം? തിരുഹിതത്തിന്റെ പ്രസാദം എന്താണ്? അത് ഈ വിശ്വസിക്കുന്ന ആളുകളെ മാത്രം, അതായത് ഇതിനകത്ത് പറയുന്നത് നാം നമ്മുടെ സന്നിധിയിൽ എന്ന് പറയുന്നത് ആ വിശുദ്ധരായ വിശ്വസിച്ചു പോയ ആ വിശ്വാസികളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഇവിടെ അടുത്ത വാക്യം തിരുഹിതത്തിന്റെ പ്രസാദം. ആ തിരുഹിതത്തിന്റെ പ്രസാദം എന്താണ്? ആ തിരുഹിതത്തിന്റെ പ്രസാദം അറിയാൻ തൊട്ടടുത്ത് നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ഇത് തിരുഹിതത്തിന്റെ പ്രസാദം എന്താണെന്നാണ് കേട്ടോ. അതായത് തിരുഹിത പ്രസാദം എന്താണ്? കൊലോസ്യർ 1-ന്റെ 20-ാം വാക്യം. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും, ഒന്നും കൂടെ പറഞ്ഞു, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട്, ആരെ കൊണ്ട്? പുത്രനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇതാണ് തിരുഹിതത്തിന്റെ പ്രസാദം. ആ പ്രസാദം, അപ്പൊ തിരുഹിത പ്രസാദ പ്രകാരം എന്ന് എഫെസ്യ ലേഖനത്തിൽ പറയുന്ന ആ തിരുഹിതം എന്താണ്? ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും സകലത്തെയും നിരപ്പിക്കണം. ആരും അതിൽ നിന്ന് പോയിട്ടൊന്നുമില്ല. സകലത്തെയും നിരപ്പിക്കണം. അതാണ് ആ പ്രസാദം. ആ വാക്യമാണ് നിങ്ങളിപ്പോ നേരത്തെ വായിച്ചത്. എഫെസ്യർ 1-ന്റെ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം. അപ്പൊ തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം എന്ന് പറയുമ്പോൾ അതൊരു ക്ലോസ് ആണ്. അപ്പൊ തിരുഹിത പ്രസാദം എന്താണ്? തിരുഹിതത്തിന്റെ പ്രസാദം എന്താണ്? പ്രസാദം തോന്നിയ കാര്യം എന്താണ്? ആ തിരുഹിത പ്രസാദം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലത്തെയും നിരപ്പിക്കുക എന്നുള്ളതാണ് തിരുഹിത പ്രസാദം. അപ്പൊ തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മാത്രം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായി നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പൊ ഒരാളും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല, ഒരാളും. കാരണം തിരുഹിതത്തിന്റെ പ്രസാദം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലത്തെയും നിരപ്പിക്കുക എന്നുള്ളതാണ്. സകലത്തെയും. ചില ആൾക്കാർ ചോദിച്ചു സാത്താനും ഉണ്ടെന്ന്. സാത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് സാത്താനാണെങ്കിലും, ദൂതന്മാർക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും സകലത്തെയും, സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ കാണപ്പെടുന്നതിലോ കാണപ്പെടാത്തതിലോ ആയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ജന്തുക്കളെയും ഈ വിഷയത്തിൽ നിരപ്പിക്കുക എന്നുള്ളതാണ്. റീസ്റ്റോർ ചെയ്യുക. അതാണ് ദൈവത്തിന്റെ പ്രസാദം. ദൈവത്തിന്റെ പദ്ധതി അതാണ്. അതിനുവേണ്ടി പുത്രനെ ലോകരക്ഷിതാവായിട്ടാണ് അയച്ചിരിക്കുന്നത്. ചില ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുകയാണ്. ഇനി അപ്പൊ നമ്മൾ ഇരിക്കുകയാണ്, അപ്പൊ ഞങ്ങൾ ഈ വിശ്വസിച്ചു. ഇത് പല ആൾക്കാരുടെ ചോദ്യമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, അപ്പോ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ എന്താണ് ഞങ്ങൾക്ക് പിന്നെ പാപം ചെയ്തുകൂടി? പാപം ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ ഇത്? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താണ്? പാപം ചെയ്യുക എന്നുള്ള വിഷയമാണ് നിങ്ങൾക്കുള്ളത്. പാപം ചെയ്യുക എന്നുള്ള വിഷമത്തിലാണ് നമ്മൾ ഓരോരുത്തർ. അപ്പൊ നിങ്ങൾ അതിന്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് നിങ്ങൾ വലിയ മാനസാന്തരപ്പെട്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവം എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പിറുപിറുപ്പ് വന്നിരിക്കുകയാണ്.
ഇത് മൂത്ത പുത്രനില്ലേ, നമ്മുടെ ധൂർത്തപുത്രൻ കഥയിലെ മൂത്ത പുത്രന്റെയും വിഷയം തന്നെയാണ്. അവനൊരു പിറുപിറുപ്പ്. ഇത് എന്ത് പരിപാടിയത്? അനിയൻ അവിടെ പോയി സകലമായിട്ട് അടിച്ചു പൊളിക്കുന്നു, കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിക്കുന്നു, കാശായിട്ട് ചെലവഴിക്കുന്നു, എനിക്കൊരു ആടിനെ പോലും തന്നില്ല. അപ്പൊ ഇവൻ ഇവനും നഷ്ടപ്പെട്ടു പോയി, ഇവനും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വിഷയം തന്നെയാണ് നമുക്ക് ഇവിടെ. അപ്പൊ നമ്മൾ ഈ നരകം എന്തിനാ? മറ്റുള്ളവനെ ഇടണമെന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മൾ ഈ നരകത്തെയും ചുമന്നുകൊണ്ട് നടക്കുന്നത്. പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഇല്ല. ദൈവത്തിന് അങ്ങനെ ഇല്ലാത്തൊരു പദ്ധതി നമ്മൾ എന്തിനായിട്ട് അവിടെ കൊണ്ടുവന്നത്? ഈ 12-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ലൈവിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്. റോമർക്ക് എഴുതി. ഇനി ദൈവം അതിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായി മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം വരിപ്പാൻ. അപ്പൊ കർത്താവിന്റെ അരുളപ്പാടാണ് പൗലോസ്ലീഹയിലൂടെ കർത്താവിന്റെ അരുളപ്പാട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ സകല മനുഷ്യരോടും എന്ത് ചെയ്യണം? സമാധാനമായിട്ടിരിക്കും. നിങ്ങൾക്ക് എന്ത് ഇത്ര പിറുപിറുപ്പ്? നിങ്ങൾക്ക് മറ്റുള്ളവൻ അത് ചെയ്തു, ഇത് ചെയ്തു, എനിക്ക് മാത്രം അത് കിട്ടില്ല, അത് അന്യായമല്ലേ, ദൈവം ഭയങ്കര നീതിമാനല്ലേ, അപ്പൊ പിന്നെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അളവിനാൽ ഇങ്ങനെ തൂക്കിയെടുത്ത് ഇങ്ങനെ തരില്ലേ? നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് പ്രശ്നം എന്ന് പറയുന്നത് സകല മനുഷ്യരോടും സമാധാനമായിട്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. സ്നേഹിക്കുക. നേരത്തെ നമ്മൾ വായിച്ച വാക്യത്തിൽ സകലരെയും സ്നേഹിക്കുക. ഇവിടെ പറയുകയാണ് സകലരെയും സമാധാനമായിട്ടിരിക്കുക. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുക. ദൈവകോപം വന്നിരിക്കുകയാണ്. നിങ്ങൾ പ്രതികാരമൊന്നും ചെയ്യണ്ട. നിങ്ങൾ മറ്റുള്ളവനെ, ഇവിടെ ടെററിസ്റ്റുകൾക്ക് സ്വർഗമുണ്ടോ, ഹിറ്റ്ലറിന് സ്വർഗമുണ്ടോ, സദാം ഹുസൈമിന് സ്വർഗമുണ്ടോ? അതൊക്കെ ദൈവത്തിന് വിട്ടേക്ക്. അത് നിങ്ങളുടെ പണിയല്ല, നിങ്ങളുടെ ഹെഡേക്ക് അല്ല. നീ നിന്റെ കാര്യം നോക്ക്. നിനക്ക് ദൈവസന്നിധിയിൽ വന്ന് നിന്ന് പുകഴുവാൻ എന്തെങ്കിലും ഉണ്ടോ? അത് നീ ചിന്തിക്കുക. നീ മറ്റുള്ളവൻ അത് ചെയ്തിട്ടുണ്ടല്ലോ, അവൻ ഇല്ലാത്ത വ്യഭിചാരം ചെയ്ത് നടക്കുന്നു, പാപം ചെയ്ത് നടക്കുന്നു, കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്നു, എനിക്കൊരു ആടിനെ, ഇതെന്തിനാ നീ അത് പറയാൻ നിൽക്കുന്നത്? നീ ഇപ്പൊ ഇതാനെ അറിഞ്ഞിട്ടില്ല എന്നുള്ള. അപ്പൊ നിന്നിൽ ദൈവമില്ല, നിന്നിൽ ദൈവം വസിക്കുന്നില്ല. യോഹന്നാൻ ശ്ലീഹ പറയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങളെ തന്നെ പ്രതികാരം ചെയ്ത് ദൈവത്തിന് പോകാൻ കഴിയും. പ്രതികാരം എനിക്കുള്ളത്. ഞാൻ നല്ലവനായിരിക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പ്രതികാരം ചെയ്തോളാം. എന്റെ പ്രതികാരം എനിക്ക് വിട്ടേക്ക്. അത് എന്റെ തലവേദനയാണ്. ദൈവം പറയണം, അത് എന്റെ തലവേദന. നീ നിനക്കുള്ള കൂലി മേടിച്ച് നീ പോയിരിക്കുക. എന്റെ തലവേദന. അപ്പൊ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ പകരം ചെയ്യും. പകരം ചെയ്യുന്നു പറഞ്ഞാൽ പകരം ചെയ്തിരിക്കും. അത് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതികാരം എനിക്കുള്ളതാണ്, ആ പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ആ പ്രതികാരം എങ്ങനെയാണ്? അടുത്ത വാക്യം, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ദൈവത്തിന്റെ ക്രോധാഗ്നി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ ക്രോധാഗ്നി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, പഴയ നിയമത്തിലും അങ്ങനെ സോദോമിൽ അങ്ങനെ കത്തിച്ചു കളഞ്ഞല്ലോ, അവിടെ ഇങ്ങനെ കത്തിച്ചു കളഞ്ഞല്ലോ. അതൊക്കെ ഏതാണെന്ന് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ പുതിയതായിട്ടൊന്നും പ്രത്യേകിച്ച് പറയുന്നൊന്നുമല്ല, പഴയ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രതികാരം എന്ന് പറയുന്നത്, ദൈവം എങ്ങനെയാണ് തന്നോട് എതിർത്തവർക്കും തന്നെ വിശ്വസിക്കാത്തവരുടെയും തലയിൽ തീക്കനൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അവൻ വിശന്നിരിക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കുക, അവന് ദാഹിക്കുമ്പോൾ അവന് അവന് കൃപ കൊടുക്കുക. അവന് ആവശ്യമായിരിക്കുന്നത് ഈ കൃപയാണ്. ഈ കൃപയാണ് ഏറ്റവും വലിയ ഹീലിംഗ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതൊരു രോഗാവസ്ഥയാണ്. കാരണം മനുഷ്യന്റെ ദോഷത്തെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ ബൈബിൾ വായിക്കില്ല. അത് മനുഷ്യന് ദോഷമുള്ളതാണ്. ഈ ഫോളൻ നേച്ചറിൽ മനുഷ്യന് ദോഷമുള്ളതാണ്. ഒരു മനുഷ്യനും വ്യത്യസ്തനായിരിക്കുന്നില്ല. അപ്പൊ നീ നിന്റെ കാര്യം നോക്കുക, പക്ഷെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്ത് കൂലി കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ദൈവം തമ്പുരാനാണ് പറയുന്നത്. അപ്പൊ ദൈവം തമ്പുരാൻ ഞാൻ തീക്കനൽ വെക്കുന്നത്, എന്റെ ആശയം ഇങ്ങനെയാണ്. ഞാൻ ദൈവത്തിന്റെ ആ സ്നേഹം, അവൻ ഇതെല്ലാം ചെയ്തിട്ടും ആ ദൈവം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കണ്ടീഷനും ഇല്ലാതെ ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ അവൻ തകർന്നു തരിപ്പണമാകും. ഹൃദയം തകർന്ന് തരിപ്പണമാകും. യഥാർത്ഥം ഇപ്പൊ നമ്മൾ അംശമായത് കാണുന്നു, പൂർണ്ണമായത് കാണും എന്ന് പറയുമ്പോൾ അവിടെ ഏത് മനുഷ്യനും വീഴും. ഈ എത്ര കഠിന ഹൃദയനും ദൈവത്തിന്റെ മുന്നിൽ വീഴും. ഇപ്പൊ വിശുദ്ധനാണ് എന്ന് പറഞ്ഞിരിക്കുന്നവനും കഠിന ഹൃദയനാണ്, അവനും വീഴും. എല്ലാവരും വീഴും. അങ്ങനെയാണ് അവിടെ വാക്യം വരുന്നത്, എന്നാലേ സകല മുഴങ്കാലും മടങ്ങും.
എല്ലാവരും യേശു മാത്രം കർത്താവ്. മതി, വിശ്വസിച്ചു. ദൈവത്തെ കണ്ടപ്പോൾ അവൻ വിശ്വസിച്ചു. ദൈവത്തെ കാണുന്നത് നിനക്ക് ഇപ്പൊ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നീ യഥാർത്ഥ ദൈവത്തെ നീ മനസ്സിലാക്കിയെങ്കിൽ നിനക്ക് നിന്റെ ഒരു കൃപയെന്ന് മാത്രം കരുതി നീ അതും മനസ്സിലിട്ടിട്ട് ദൈവമേ എന്നോട് ഈ കരുണ ചെയ്തിട്ടുണ്ടോ, നിനക്കും ഒരു പ്രിവിലേജ് ഒന്നും ഇല്ലാന്നേ. നീ ദൈവത്തെ ആദ്യമായി അറിഞ്ഞതൊന്നും നിന്റെ ഗുണം കൊണ്ടൊന്നും അല്ലാന്ന്. അപ്പൊ നിനക്ക് കിട്ടിയ പ്രിവിലേജ് മനസ്സിലാക്കി ദൈവമേ എന്നോട് കരുണ ചെയ്യണമെന്ന് ചോദിച്ചു മിണ്ടാതെ അവിടെ പോയിരിക്കുക. ബാക്കിയുള്ളവന്റെ കാര്യം ദൈവം നോക്കിക്കോളും. ദൈവം പറയാണ് എല്ലാ മുഴങ്കാലും എല്ലാ മുടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവും. തന്റെ പുത്രനെ മഹത്വപ്പെടുത്തിയിരിക്കും. തന്റെ പുത്രനെ ആ രക്ഷിതാവായി സ്വീകരിക്കുന്നതാണ് നിത്യജീവൻ. ഈ നിത്യജീവൻ എന്നും പറയുന്നതും ഈ രക്ഷിക്കപ്പെടുക എന്നും പറയുന്നത് അവിടെയാണ്. അത് എല്ലാ മുഴങ്കാലും വന്നിരിക്കുമെന്നാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശത്രുക്കളെ എങ്ങനെ ദൈവം നേരിടുന്നു എന്നുള്ളതാണ്. അടുത്ത വാക്യം, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അപ്പൊ നന്മയാൽ തിന്മയെ ജയിക്കുന്ന ദൈവമാണ് യേശു കർത്താവ് പരിചയപ്പെടുത്തിയ ദൈവം. നന്മയാൽ തിന്മയെ ജയിക്കണം. അപ്പൊ നന്മയാൽ തിന്മയെ ജയിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു ദൈവമുള്ളൂ. അത് അപ്പോസ്തോലന്മാർ അവകാശപ്പെട്ട അല്ലെങ്കിൽ അടിസ്ഥാനപ്പെട്ട യേശു ക്രിസ്തു നൽകിയ സത്യവിശ്വാസം ഉള്ള ആ വിശ്വാസത്തിന് മാത്രമേ കഴിയുള്ളൂ. നന്മയാൽ തിന്മയെ ജയിക്കുന്ന ഒരു ദൈവശാസ്ത്രം ഉണ്ടെങ്കിൽ അത് യഥാർത്ഥ അപ്പോസ്തോലിക സഭയുടെ വിശ്വാസം മാത്രമേ ഉള്ളൂ. പെന്തക്കോസ്തരുടെ ബൈബിളിൽ വാക്യമുണ്ടാവും, പക്ഷെ അവർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ദൈവത്തിന്റെ പ്രതികാരത്തിൽ എന്ത് ചെയ്യും? അത് നീ അവരുടെ കാര്യം ദൈവം നോക്കിക്കോളും. നീ നോക്കണ്ട. നീ പോയി അവന്റെ വീട്ടിൽ പോയി അവനെ വെറുതെ പേടിപ്പിച്ച് ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പോയിട്ട് നീ വല്ല കരുണയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ? ആരൊക്കെ രക്ഷിക്കപ്പെട്ടെന്നറിയാമോ? സ്വർലോകര്, ഭൂലോകര്, അധോലോകര്. അപ്പൊ അധോലോകത്ത് കിടക്കുന്ന ആരാണ്? ഭൂലോകരാരാണ്? സ്വർലോകരാരാണ്? ഇവരെ എല്ലാവരും ഒരേപോലെ ദൈവത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി യേശു മാത്രം കർത്താവ് എന്ന് പറയുന്ന ഒരു അവസരം വരും. ബൈബിളിലെ വാക്യമാണ്, ഞാൻ പറഞ്ഞതല്ല. വരും. അതെപ്പോഴാ വരുന്നത്? ചെയ്യേണ്ടി വരും. അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇത്രയും കൂട്ടത്തില് ആരാണ് വിശ്വസിക്കുക? ഇത്രയും കൂട്ടത്തില് ഈ പറയുന്ന സ്വർലോകര്, ഭൂലോകര്, അധോലോകര്, ഇതിനകത്ത് നിങ്ങൾ ആരുടെയൊക്കെ പേരാ പറഞ്ഞത്? ഒസാമ ബിൻ ലാദൻ, ഹിറ്റ്ലർ, അജ്മൽ കസബ്, പിന്നെ ആരൊക്കെയായിരുന്നു? ഇവരൊക്കെ കണ്ട വലിയ പറയുന്ന ആൾക്കാരൊക്കെ ഭയങ്കര വിശുദ്ധന്മാരാണ്. ഇനി ആരൊക്കെയാണുള്ളത്? ഇനി ആരാ ഭയങ്കര വലിയ പ്രശ്നക്കാർ? ഹിറ്റ്ലർ, മുസോളിനി, ഇനി കിം ജോങ്, ഇവരൊക്കെ ഇതിനകത്ത് പെടുമോ? ഈ സ്വർലോകരിലും ഭൂലോകരിലും അധോലോകരിലും പെടുന്ന ആൾക്കാരാണ്. ഇവര് എന്റെ മേളിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ടോ? ഈ 3 വിഭാഗത്തിൽ തന്നെ പെട്ട ആൾക്കാർ തന്നെയല്ലേ? ഇവരെല്ലാവരും ദൈവസന്നിധിയിൽ വന്ന് മുട്ടുകുത്തി യേശുവിനെ കർത്താവ് എന്ന് പറയും. ഈ സെയിം വാക്യം തന്നെ, ഇത് പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നത്, ഈ സെയിം വാക്യം തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് റോമാലേഖനത്തിലാണ്. റോമാലേഖനത്തിലാണ് കുറച്ചുകൂടെ നല്ലതാണ്. ഇത് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാണ്. റോമാലേഖനത്തിൽ പറയാണ് 14-ാം അധ്യായം, റോമ 14-ന്റെ 10-ാം വാക്യം, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? നീ സഹോദരനെ ധിക്കരിക്കുന്നത്. നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. നാം എല്ലാവരും ന്യായാസനത്തിന്റെ മുൻപിൽ വന്ന് നിൽക്കേണ്ടി വരും. അവിടെ നിൽക്കുമ്പോ നീ ആരാണെന്ന് നിനക്കറിയാം. ഇപ്പൊ നീ പറയാണ്, ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കുന്നു, ഞാൻ ഇവനെ പോലെ അല്ലാതിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി പല ആൾക്കാരും ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്നെ മാത്രം പ്രത്യേകമായിട്ട് ഇവിടെ സേവിച്ച ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണ് ഞാൻ. അനേകര് ഇന്ന് അവധി ദിവസമായിട്ട് അനേകര് ലോകമോഹങ്ങളിൽ പോയപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച ഒരു വിശുദ്ധനാണ് ഞാൻ. എന്നിട്ട് അപ്പൊ ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല, ഇങ്ങനെ വിളിച്ചമ്മ ഞാൻ എല്ലാവരോടും പറയുന്നതും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് അതിനെന്ത് പറയാൻ എന്തെങ്കിലും യോഗ്യതയുണ്ടോ? നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ?
നീയും ന്യായാസനത്തിന്റെ മുന്നാകെ വരും. അവിടെ വെച്ച് നീ വിധിക്കണ്ട, നീ അവിടെ വരുമ്പോൾ അവിടെ അടുത്ത വാക്യം തന്നെയാണ് ഈ പറയുന്നത്, എന്നാനാ എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും വണങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നില്ല. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കണക്ക് ബോധിപ്പിക്കുമ്പോൾ അറിയാം ആരാണ് സംഭവം എന്നും എത്രയാണ് നിങ്ങളുടെ കൂലി എന്നും അറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ദൈവം ആരെങ്കിലും സ്പെഷ്യലായിട്ട് സ്നേഹിച്ചോ? ദൈവം അങ്ങനെ സ്പെഷ്യലായിട്ട് നിങ്ങൾ സ്നേഹിച്ചു? നിങ്ങൾ ബൈബിളിലെ വാക്യം വെച്ചിട്ട് നിങ്ങൾ വിശ്വസിച്ചവർക്കും ദൈവത്തെ അറിയാമെന്നേ. വിശ്വസിച്ചവരൊക്കെ മുമ്പന്മാരാണെന്ന്, പിൻപന്മാരും വരട്ടെ എന്നേ. പിൻപന്മാര് കുറച്ച് സമയം എടുക്കും, അവർക്ക് കുറച്ച് കൃപ കൂടുതൽ വേണം. അതാ പൗലോസ്ലീഹ പറയുന്നത്. അവര് പിൻപന്മാരായിക്കോട്ടെ. നിങ്ങളിപ്പോ പറയുന്നു ഇപ്പൊ ഗ്ലോറിയസ് ഗോസ്പലുകാരൊക്കെ ഭയങ്കര നരകമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാണ്, നരകത്തിലെ തീക്കൊള്ളി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരാറുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങള് പിൻപന്മാരാണെന്നേ, ഞങ്ങൾക്ക് കരുണ ചെയ്യണമെന്ന് പറയാനേ പറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. ആരാ ഇപ്പൊ ഇതൊക്കെ ചെയ്തിട്ടൊന്നുമല്ല. ഇപ്പൊ സൂര്യാനി സഭയിലുള്ള ആൾക്കാർ എത്രയോ അശുദ്ധന്മാരിയ്ക്കുന്നു, അവരാരും ഇതും ചെയ്യുന്നില്ല. അവരും പറയുകയാണ്, ദൈവമേ എന്നോട് കരുണ ഉണ്ടാവണേ. അവന്റെ പ്രാർത്ഥനയിൽ ഇത് മാത്രമേ പറയാനുള്ളൂ. പെന്തക്കോസ്തുകാരാ, നിന്റെ പ്രാർത്ഥനയിൽ ഈ നരകമുണ്ടെന്ന് പറയുന്നവന്റെ നിന്റെ പ്രാർത്ഥനയിൽ നിനക്ക് എന്താ ഉള്ളത്? നീ നിന്നെപ്പറ്റി പുകഴ്ത്താനുള്ള വാക്കുകളല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. നിന്റെ ആരാധനയിലെല്ലാം നീ നിന്നെപ്പറ്റി പുകഴ്ത്തുന്നതും നിന്നെ ഉയർത്തിയ കാര്യവും നിന്നെ പൊക്കിയിട്ട കാര്യവും നിന്റെ ശത്രുക്കളെ അടിച്ചൊതുക്കിയ കാര്യം, ഇതൊക്കെയല്ലേ നീ സ്തുതിക്കുന്നത്. നീ തമ്പുരാനെ നേരെ ചൊവ്വനെ സ്തുതിച്ചിട്ടുണ്ടോ? നിനക്ക് ദൈവത്തെ അറിയാമോ? നിനക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ അറിയാമോ? ലോകസ്ഥാപനത്തിന് മുമ്പ് നിന്നെ ദൈവം എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് നിനക്ക് അറിയാമോ? നിന്റെ ദൈവം നിന്നെ എങ്ങനെയാണ് മനുഷ്യരോടുള്ള ലോകത്തോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചതെന്ന് അറിയാമോ? ഇൻകാർണേഷനിൽ എങ്ങനെയാണ് പ്രദർശിപ്പിച്ചതെന്ന് അറിയാമോ? കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ എങ്ങനെയാണ് പ്രദർശിപ്പിച്ചതെന്ന് അറിയാമോ? നിനക്ക് എന്തറിയാം ദൈവത്തെ കുറിച്ച്? ഇനി ദൈവത്തെ കുറിച്ച് നീ പറയുന്നത് ദൈവത്തെ നീ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു, നീ ദൈവത്തിന്റെ സ്വന്തം ആളാണ്. നീ ഒന്നും ദൈവത്തിന്റെ സ്വന്തം ആളൊന്നുമല്ല. അങ്ങനെ നിളഞ്ഞു നിൽക്കാനൊന്നും ഇവിടെ ആർക്കുമില്ല. നിനക്കും എല്ലാവർക്കും, എനിക്കും നിനക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പൊ അത് നമുക്കൊരു വാക്യം കൂടെ വേണമെങ്കിൽ വായിക്കാം. അടുത്ത വാക്യം 1 യോഹന്നാൻ 3-ാം അധ്യായം. ഈ യോഹന്നാന്റെ ലേഖനങ്ങളൊക്കെ നന്നായിട്ട് നമ്മൾ വായിക്കണം കേട്ടോ. 1 യോഹന്നാൻ 3-ന്റെ 4-ാം അധ്യായം. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. നീ ദൈവത്തെ അറിഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായി പാപം ചെയ്യാൻ പാടില്ല. നീ പാപം ചെയ്യരുത്. മറ്റുള്ളവൻ പാപം ചെയ്യണം കണ്ടിട്ട് നിനക്ക് വിഷമം തോന്നരുത്. മറ്റുള്ളവൻ പാപം ചെയ്യുമ്പോൾ അതെന്താ, അവർക്ക് പാപം ചെയ്യാമോ, പിന്നെ എനിക്കപ്പോ അങ്ങനെ എനിക്ക് ചെയ്യാമോ എന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അതിന്റെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത്. അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾക്ക് അറിയാം പാപങ്ങളെ നീക്കുവാനാണ് പുത്രൻ വന്നിരിക്കുന്നതെന്ന് നിനക്ക് അറിയാഞ്ഞിട്ട് നീ പാപം ചെയ്യുമ്പോഴാണ് നിനക്ക് പ്രശ്നം. പക്ഷെ നീ ചെയ്യുന്ന എന്താണ്? നിനക്കറിയാം പാപങ്ങളെ കൂറ്റാനാണ്, പക്ഷെ മറ്റുള്ളവർക്കും പാപം ചെയ്യുമ്പോൾ അവനും നിന്റെ പോലെ തന്നെ ഒരു കൂലി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് പിറുപിറുപ്പ്. അതാണ് നരകവാദികളുടെ ഏറ്റവും വലിയ പ്രശ്നം. പാപങ്ങളെ നീക്കുവാൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. എന്റെ ചോദ്യം, ഈ നരകമുണ്ട് എന്നും മറ്റുള്ളവനെ വിധിക്കുന്നവരും മറ്റുള്ളവര് പാപികളാണെന്നും ഞങ്ങൾ വിശുദ്ധനും വേർപാടിലും ജീവിക്കുന്നവനാണെന്നും പറയുന്ന നിങ്ങളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളിൽ വസിക്കുന്നുണ്ടോ? എങ്ങനെയാണ് വസിക്കുന്നതെന്ന് അറിയാമോ? പാപം ചെയ്യുന്നവൻ അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. നിങ്ങൾ പാപം ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നിങ്ങൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, പാപം എന്താണ് നമ്മളവിടെ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ദൈവം വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പൊ നീ പാപം ചെയ്തോ, നീ അറിഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നീ ഈ ദൈവത്തെയും പിടിച്ചുകൊണ്ട് നിനക്ക് എന്തോ വലിയ സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടി, നീ കിടന്നുറങ്ങിയ സമയത്ത് നിന്നെ തോണ്ടി വിളിച്ചെന്തോ പ്രത്യേക ഗിഫ്റ്റ് ഒക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ തള്ളൊക്കെ ഒഴിവാക്കി നിനക്ക് എന്തെങ്കിലും പുകഴാനുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാം, കരുണ ചെയ്യണമെന്ന് മാത്രം പറയാനുള്ളതാണ്. ഇനി നിനക്ക് വലിയ രീതിയിൽ നീ ദൈവത്തിന്റെ സ്വന്തം ആളാണ് തോന്നുന്നുണ്ടെങ്കിൽ അടുത്ത 3-ാം അധ്യായം 17-ാം വാക്യം. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? ഇത് ഭയങ്കര വലിയൊരു ചലഞ്ചിങ് ചോദ്യം. ഒരുത്തന് എന്താണ് വസ്തുവക ഒന്നുമില്ല, ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത്, ഒരുത്തന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് നിനക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നിന്നിൽ ദൈവം വസിക്കുന്നില്ല. നിനക്ക് വസ്തുവകയുണ്ട്. എത്ര പേർക്ക് വസ്തുവക ഉണ്ടായിട്ട് നമുക്കൊക്കെ വസ്തുവക ഉണ്ടായിട്ട് നമുക്ക് എത്ര പേരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്?
നമുക്ക് ആ ചിന്താഗതിയിലേക്ക് പോകാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് നമ്മൾ പറയാ നമ്മൾ അങ്ങനെയാണെങ്കിൽ തന്നെ കൊലപാതകനാണ്. നിനക്ക് വസ്തുവക ഉണ്ടായിട്ട് മുട്ടുള്ളവനെ നീ സഹായിച്ചില്ല എങ്കിൽ നീ കൊലപാതകനാണ്. തൊട്ടുമേലുള്ള വാക്യം സഹോദരനെ പഹിക്കുന്നവനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള വാക്യം. ഇത് വലിയൊരു ചലഞ്ചാണ്. ഇത് ഇവിടുത്തെ വിശ്വാസികൾക്കും പാസ്റ്റർമാർക്കും അച്ഛന്മാർക്കും തിരുമേനിമാർക്കും എല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വാക്യമാണ്. നിനക്ക് വസ്തുവക ഉണ്ടായിട്ട് നീ മുട്ടുള്ളവനെ സഹായിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവം വസിക്കുന്നില്ല. അപ്പൊ അവിടെയാണ് സഭയുടെ ഏറ്റവും വലിയ വെളിച്ചമാകേണ്ട, പ്രകാശമാകേണ്ട ഒരു ഉത്തരവാദിത്തം അവിടെ കിടക്കുന്നത്. പെന്തക്കോസ്തിലൊക്കെ ആണെങ്കിൽ പാസ്റ്റർമാർക്ക് എല്ലാവർക്കും മുട്ടുള്ളവരെ അവർക്ക് വസ്തുവകകൾ ഉണ്ടാവാതല്ലാതെ അവര് എത്ര പേര് സ്വന്തം ഇപ്പൊ നമ്മള് ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുകയും ആദിമസഭയിലുള്ള ആൾക്കാരെല്ലാം സ്വന്തം വസ്തുവകകളെല്ലാം വിറ്റ് സഭയ്ക്ക് കൊടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് 1-ാം അധ്യായം കൊണ്ട് തീർന്നില്ല. അങ്ങനെ ഒരു സഭ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോസ്തോലിക സഭയിലെ ആദ്യ കാലഘട്ടത്തിലെ പിതാക്കന്മാരെല്ലാവരും ഈ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടായിരുന്നതല്ല. എല്ലാവരും രാജകൊട്ടാരങ്ങളിലും അസസ്സുള്ള വലിയ ധനികന്മാരായിട്ടുള്ള ആളുകളെല്ലാം ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ദൈവമേ കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞ് പാവങ്ങൾക്ക് വിട്ടുകൊടുത്ത് വന്ന് പ്രാർത്ഥിച്ച മഹാവീരന്മാരുള്ള സഭയാണ്. പ്രാർത്ഥനാ വീരന്മാരുള്ള ദൈവം അവരിൽ വസിക്കുന്നു. അതുകൊണ്ടാണ് അവരെ വിശുദ്ധരായി വാഴ്ത്തുന്നത്. ഈ അലക്സാണ്ട്രിയയിലെ മറ്റേ സെന്റ് ആന്റണി, ഈജിപ്തിലെ, അതായത് അലക്സാണ്ട്രിയയിലെ സെന്റ് ആന്റണി എന്ന് പറയുന്ന പിതാവ്, ആ പിതാവ് വലിയൊരു ധനികരായ കുടുംബത്തിൽ ജനിച്ചതാണ്. പാവങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് പുള്ളി മരുഭൂമി പോയി പ്രാർത്ഥിക്കാൻ പോയി. താപസശ്രേഷ്ഠനായി ഇന്ന് മൊണാസ്ട്രി ലൈഫിന്റെ തുടക്കം കുറിക്കാൻ കാരണക്കാരനായ ഒരാളാണ് സെന്റ് ആന്റണി. ഈ ബൈബിള് ക്രോഡീകരിച്ച സെന്റ് അത്താനാസിയസ് വലിയ ധനികനായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അതും വിറ്റു. ഇനി നിത്യവിശ്വാസ പ്രമാണത്തിലൊക്കെ കൂടി ഉണ്ടായിരുന്ന സെന്റ് നിക്കോളാസ് എന്ന് പറയുന്ന വ്യക്തി നല്ല ധനികനായിരുന്നു. പാവങ്ങൾക്ക് സ്വർണങ്ങള് കിഴിയിൽ കെട്ടി കൊണ്ടുപോയിട്ട് രാത്രി ആവുമ്പോ വേഷം മാറി വന്നിട്ട് കൊടുത്തിട്ട് പോകുന്ന ഒരു പരിപാടിയായിരുന്നു സെന്റ് നിക്കോളാസ്. നമ്മൾ സാന്റാക്ലോസ് എന്നൊക്കെ പറയുന്ന സെന്റ് നിക്കോളാസ്. നമ്മൾ ക്രിസ്മസിനൊക്കെ നമ്മൾ ബൈബിളിലുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ, പപ്പാനി എന്നൊക്കെ പറയുന്നത്, സെന്റ് നിക്കോളാസ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അത് ചെയ്യുന്നത്. വലിയ ധനികനായിരുന്നു. തീപ്സിലെ പോൾ എന്ന് പറയുന്ന സഭാപിതാവ് വലിയ ധനികനായിട്ട് ധനികനായിരുന്ന ആ കുടുംബത്തിൽ നിന്ന് എല്ലാം ചേട്ടന്മാരും വിറ്റിട്ട് പോയി. അതിന് പുള്ളിയും വിറ്റിട്ട് മരുഭൂമി പോയിരുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയുള്ള മനുഷ്യനായിരുന്നു. നമ്മുടെ സേവ്യോസ് പിതാവ്, ഇവരൊക്കെ ധനികരായിരുന്നു. ഇവിടെ പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പുതിയ തിയറിയാണ് നരകം. ഈ നരകം പ്രസംഗിച്ചോ ഏത് പാവപ്പെട്ടവനും ധനികനാവുന്നുണ്ട്, എന്നാൽ ധനികൻ പാവപ്പെട്ടവനാവുന്നത് കാണുന്നില്ല. നീ സുവിശേഷം ഒറിജിനൽ പറയുകയാണെങ്കിൽ, നിന്റെ ഒറിജിനൽ സുവിശേഷം ആണെങ്കിൽ, നീ ആദ്യം നിന്റെ വസ്തുവകള് പാവപ്പെട്ടവർക്ക് വിറ്റിട്ട് നീ ഇന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇത് എനിക്കും പറ്റുമെന്നില്ല, ഇത് കേൾക്കുന്ന ആൾക്കാർക്കും പറ്റണമെന്നില്ല, ഇത് ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്കൊന്നും പുകഴാനില്ല, മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുക. എത്ര ഉള്ളൂ പരിപാടി. നിനക്ക് കഴിയില്ലെങ്കിൽ നീ പരിപാടിക്ക് പോകാതിരിക്കുക. നീ വലിയ സുവിശേഷവും നീ വലിയ വിശുദ്ധിയും നിന്റെ വേർപാടും പറയാതിരിക്കുക. നീ മറ്റുള്ളവനെ നരകത്തിൽ ഇടുന്നതിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവന്റെ കാര്യം ദൈവം നോക്കും. ഇതാണ് പറഞ്ഞത്. അപ്പൊ നരകം ഉണ്ടെങ്കിലേ ദൈവത്തിന് മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ ആ ദൈവത്തിന് എന്തോ കുഴപ്പമുണ്ട്. നീ സേവിക്കുന്ന ദൈവത്തെ നീ ഇന്ന് തന്നെ പരിശോധിക്കുക. ആ ദൈവത്തെ പ്രത്യേകിച്ച് ആരായിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് അതിന് ഭേദം എന്റെ നിരീശ്വരത്തിലോട്ട് പോകുന്നതാണ്. എന്തൊരു ദൈവം അത് കണ്ടീഷൻ വെച്ചുള്ള സ്നേഹം. നരകം ഉള്ളത് കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു നരകം ഞാൻ കാണുന്നു, എന്നാ പിന്നെ ഞാനൊന്ന് രക്ഷിച്ചേക്കാം. എന്നിട്ട് രക്ഷിക്കുന്നുണ്ടോ? ലോകരക്ഷിതാവായിട്ട് പുത്രനെ അയച്ചിട്ട് എന്നിട്ട് പറയാ വിശ്വസിക്കുന്ന കുറച്ച് എത്ര പേര് വിശ്വസിക്കും? ഈ ലോകത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു. ഇപ്പൊ ആദാമിന്റെ 7000 വർഷത്തെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്ത് എത്ര ശതമാനം ആളുകൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ട്? ഈ ക്രിസ്തുവിനെ അറിയാത്ത ആൾക്കാരെ എല്ലാവരെയും ലോകരക്ഷിതാവാണെന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? 1000 പേരോ, 1,00,000 പേരോ, 1 കോടി പേരോ, 10 കോടിയോ, 20 കോടി, എത്ര പേരെ സഹായിക്കാൻ കഴിയും? 1000 കോടിയും മേലുള്ള ആൾക്കാർ ഈ ലോകത്ത് ജനിച്ച് മരിച്ചു പോയിട്ടുണ്ട്. അതിനകത്ത് എത്ര പേര്, എത്ര പെർസെന്റേജ്, 1% ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? ആ 1% തന്നെ ഉപദേശം ശരിയല്ല എന്ന് പറഞ്ഞ് പിന്നെയും അതിന്റെ അകത്ത് പിന്നെയും ഗ്രൂപ്പുകൾ ഉണ്ടായിട്ട് 1,00,000 പേര്. അപ്പൊ നോക്കുമ്പോ TPM-കാർ പറയും 1,44,000 പേരെ രക്ഷിക്കാനാണ് കർത്താവ് ഈ പദ്ധതി ഇട്ടത്. തിരുഹിതപ്രകാരം എന്ന് പറയുന്നത്, തിരുഹിതം എന്ന് പറയുന്നത് സ്വർലോകത്തിലുള്ളതും ഭൂമിയിലുള്ളതും
അതേപോലെ തന്നെ സകലത്തെയും നിരപ്പിക്കുക എന്നുള്ളതാണ് ലോകരക്ഷിതാവായിട്ട് പുത്രനെ അയച്ച പിതാവിന്റെ ഇതാണ് ഇത്രേ പറയാനുള്ളൂ. നീ നരകത്തെ കുറിച്ച് നീ കൂടുതൽ ചിന്തിക്കേണ്ട. അതുകൊണ്ട് ഇത്തരത്തിൽ നരകത്തെ കൊണ്ടുവരുന്നത്. പിന്നെ തീച്ചൂള അതൊക്കെ പറയുന്നുണ്ട്. ഓരോ വാക്യങ്ങൾ നമ്മളിവിടെ ഓൾറെഡി പല ലൈവിൽ ഇപ്പൊ പല ആൾക്കാരും കമന്റ് വരും. അപ്പൊ ഇന്ന വാക്യമോ ഇന്ന വാക്യം ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. തീച്ചൂള എന്ന് പറയുന്നതിനകത്ത്, നരകം എന്ന് പറയുന്നതിനകത്ത് ഗെഹന്ന എന്ന വാക്കുണ്ട്. മത്തായിയുടെ സുവിശേഷം മൊത്തം നിങ്ങൾക്ക് കാണുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന നരകത്തെ കുറിച്ചുള്ള വാക്യം എന്ന് പറയുന്നത് ബെൻഹിന്നോൻ താഴ്വരയിലെ ഗെഹന്ന എന്ന് പറയുന്ന സ്ഥലമാണ്. ഗെഹന്ന എന്ന് പറയുന്ന സ്ഥലം യെരുശലേം ദേവാലയത്തിന്റെ ജൈവ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇടുന്ന, അല്ലെങ്കിൽ റോമാക്കാരുടെ ശിക്ഷാവിധിയിൽ അകപ്പെട്ട കുറ്റവാളികളെ കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന, ശവശരീരങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്ഥലമാണ് ബെൻഹിന്നോൻ താഴ്വരയിലെ ഗെഹന്ന. അതിനെക്കുറിച്ചാണ് അവിടെ നരകത്തിലും തീച്ചൂളയിലും കൊണ്ടുവന്ന് ഇടൂന്നൊക്കെ പറയുന്നത്. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഫിസിക്കലി യെരുശലേം ദേവാലയവുമായി ബന്ധപ്പെട്ട് ബെൻഹിന്നോൻ താഴ്വരയിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് അത് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകുകയും അങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ ഓരോ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ എടുത്തു നോക്കണം. അപ്പൊ നിത്യമായിട്ടുള്ള അഗ്നി എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ആ അഗ്നി എന്താണ്? ആ അഗ്നി റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അഗ്നി എന്ന് പറയുന്നത് തിന്മയെ നന്മയെ കൊണ്ട് ജയിക്കുന്ന തീക്കനൽ ചുടുന്ന ദൈവത്തിന്റെ സ്നേഹം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ സ്നേഹത്തിന്റെ പൂർത്തി വരുത്തുന്നവനായ ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ അറിയണമെങ്കിൽ 1 കൊരിന്ത്യർ 13-ാം അധ്യായം നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. ആദ്യ സ്നേഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ സ്നേഹത്തിൽ സകലതും പൊറുക്കുന്നു. അതെന്താ? അത് പുറത്തു കഴിഞ്ഞാൽ എങ്ങനെയാ? അത് നീതിയുള്ള ദൈവമല്ലേ? മറ്റവരത് ചെയ്തു, ഇവരത് ചെയ്തു. അപ്പൊ നീതി കൊടുക്കണ്ടേ? എന്താ നിങ്ങൾ നീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സകലതും പൊറുക്കുന്നു, സകലതും ക്ഷമിക്കുന്നു. അത് ഒരു നാളും ഉതിർന്നു പോകില്ല. നെവർ ഫെയിൽസ്. അത് ഉതിർന്നു പോകില്ല. ഈ സ്നേഹത്തിന് മാറ്റം ഉണ്ടാകില്ല. ഈ സ്നേഹത്തിന് മാറ്റം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ചീർക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ സകലതും ക്ഷമിക്കുന്നു, ദോഷം കണക്കിടുന്നില്ല. നിന്റെ ദോഷം കണക്കിടാൻ വേണ്ടി ദൈവം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര പേര് ദൈവത്തിന്റെ സന്നിധി മുന്നിൽ വന്ന് നിൽക്കും? ഒരാൾ പോലും ഇല്ല. ലോകത്ത് ദോഷം കണക്കിടാതെ ദൈവസന്നിധി വന്ന് നിൽക്കാൻ കഴിവുള്ള ഒരേ ഒരാള് കർത്താവായ യേശു ക്രിസ്തു ആണ്. അർക്കപ്പെട്ട കുഞ്ഞാടാണ്. ആ കർത്താവിന് മാത്രമേ നമ്മുടെ ദൈവസന്നിധിയിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, മനുഷ്യന്റെ പ്രതിരൂപമായി, മനുഷ്യന്റെ പ്രതിനിധിയായി, ഈ സകലത്തെയും പാപമില്ല എന്നുള്ള രീതിയിൽ വന്നു നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് യേശു കർത്താവാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് കഴിയാതെ വേറെ ഒരു മനുഷ്യൻ, പൗലോസ് ലീഹ പറയുകയാണ്, മോഹിക്കരുത് എന്നുള്ളൊരു പാപം ഇല്ല, ഒരു ന്യായപ്രമാണം ഇല്ലാതെ ഞാൻ പാപത്തെ അറിയില്ലായിരുന്നു. ഇനി പാപികളിൽ പ്രധാനി ഞാനാണ് എന്ന് പറഞ്ഞാൽ, നീയൊക്കെ ഞാൻ സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കിൽ നീയൊക്കെ സ്വർഗത്തിൽ പോയിട്ട് ഏറ്റവും അവസാനമാണ് ഞാൻ പോകുള്ളൂ. പാപികളിൽ പ്രധാനി ഞാനെന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന്റെ മേളിലോട്ട് ഇനി നിങ്ങളെ, എന്റെ തൊട്ടുമേളിൽ പൗലോസ് ലീഹ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ എബ്രായനാണ്, ഞാൻ ഭയങ്കര സത്യമാണ്, ഇതെല്ലാം പറഞ്ഞിട്ട് പറയണം. എങ്കിലും ഞാൻ പാപികളിൽ പ്രധാനിയാണ്. ക്രിസ്തുയേശു സകല പാപങ്ങൾക്കും വേണ്ടി മരിച്ചു എന്നുള്ള ആ സത്യം പ്രഘോഷിച്ചുകൊണ്ട് പൗലോസ് ലീഹ പറയണം പാപിയിൽ പ്രധാനി. പൗലോസ് ലീഹ സ്വർഗത്തിലുണ്ടോ? എങ്കിൽ എല്ലാ മനുഷ്യരും സകലരും പോയിരിക്കും എന്നാണ് പൗലോസ് ലീഹ അവിടെ പറയുന്നത്. അതിന് വിവിധ തരത്തിലുള്ള വാക്യങ്ങൾ ഉണ്ട്. ഒരു ഇത്തരത്തിലുള്ള സ്നേഹം നമ്മുടെ മാനസിക രീതിയിൽ ചിന്തിക്കുന്ന രീതിയിൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എത്രയോ പേർക്ക് നമ്മൾ ശിക്ഷ കൊടുക്കാതെ വിട്ടിട്ടുണ്ട്. നമ്മൾ കയ്യിൽ നിന്ന് വിട്ടു. നമുക്ക് പോലും ഒരു ദയയും കരുണയൊക്കെ നമ്മുടെ പിള്ളേരോടുകൂടി എത്ര വലിയ കുരുത്തക്കേട് ഒപ്പിച്ചാലും നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിലായാലും എത്രയോ പേരെ വെറുതെ വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷെ നമുക്കും മൂടിയിട്ടുണ്ട്. ചിലപ്പോ ഇപ്പൊ ഒരു സാധനം എടുക്കരുതെന്ന് നമ്മൾ 2 മക്കളുണ്ടെന്ന് വിചാരിക്കും. ഒരു സാധനം എടുക്കരുത്, ഒരുത്തൻ എടുത്തു, അവനെ 2 എണ്ണം പൊട്ടിച്ചു. ചിലപ്പോ അടുത്ത രണ്ടാമത്തവൻ അത് എടുക്കുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് ഇനി നീ എടുക്കല്ലേ എന്നും പറഞ്ഞ് അത് ഒഴിവാക്കി വിടും. അപ്പൊ മൂത്തവന് ശരിക്കും വിഷമമുണ്ട്. ഞാൻ എടുത്ത സമയത്ത് എന്നെ അടിച്ചു, മറ്റവൻ എടുത്തപ്പോ അടിച്ചില്ല. ഇത് അപ്പന്റെ ഹൃദയമാണ്, അപ്പന്റെ ഹൃദയം. അപ്പൊ അപ്പന് അങ്ങനെ ഒരു കരുണ തോന്നിക്കഴിഞ്ഞാൽ നീ ചോദ്യം ചെയ്യാൻ നീ ആരാണ്? ഉടയവനോട് ചോദ്യം ചെയ്യാൻ നീ ആരാണ്? നിനക്കത് സംഭവിച്ചു. പക്ഷെ എന്ന് പറഞ്ഞാൽ നിന്നോടും അവനോടും നമ്മുടെ മക്കളെയൊക്കെ എടുക്കുമ്പോൾ അങ്ങനെയാണ്. നിങ്ങൾക്ക് പോലെ സ്പെഷ്യൽ സ്നേഹമൊക്കെ തോന്നുന്നു, നിങ്ങൾ പ്രത്യേകമായിട്ട് കരുതുന്നു. ഒരു മനുഷ്യന് പോലും പ്രത്യേകമായിട്ട് വേർതിരിക്കുന്നത് 2 സ്വഭാവത്തിലുള്ള മക്കളുണ്ടെങ്കിൽ പോലും 2 പേരെ 2 രീതി കാണുന്ന ഒരു മനുഷ്യന് കഴിയുന്നില്ല. അപ്പൊ പിന്നെ നമ്മളുടെ ചിന്താഗതിയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കാണാൻ ആഗ്രഹിക്കുകയാണ്.
ഇതിനേക്കാൾ ഏറ്റവും വലിയ സ്നേഹം, മനുഷ്യന്റെയും അമ്മയുടെ സ്നേഹം പോലും ഇല്ലാതായാലും അമ്മയേക്കാൾ വലിയ സ്നേഹം എന്ന് പറയുന്ന യേശു കർത്താവിന്റെയും അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെയും ആ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഈ പിതാവിന്റെ സ്നേഹത്തിൽ കൊണ്ടുവന്ന് നരകത്തെ വെക്കാൻ കഴിയും? അപ്പൊ 1 കൊരിന്ത്യർ 13-ാം അവസാന വാക്യം പറയാണ്, വിശ്വാസ, സ്നേഹം, പ്രത്യാശ, ഇവ മൂന്നും നിലനിൽക്കുന്നു. മൂന്നും ഉണ്ട്. അതെ, വിശ്വാസം ഇത് നിലനിൽക്കുന്നു, വിശ്വാസം ഇത് നിലനിൽക്കുന്നു, ഇത് നിൽക്കും. യേശു മാത്രം കർത്താവാണെന്ന് പറയുന്ന ആ ഏറ്റു പറയുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതവിടെ നിലനിൽക്കുന്നു. സ്നേഹം നിലനിൽക്കുന്നു, പ്രത്യാശയും നിലനിൽക്കുന്നു. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാണെന്ന് അറിയാമോ? സ്നേഹം. ഞാൻ പറഞ്ഞതല്ല, പൗലോസ് ലീഹ പറഞ്ഞതാണ്. ഈ ദൈവത്തിന്റെ സ്നേഹം അറിഞ്ഞിട്ട് വേണം നമ്മൾ ബൈബിളൊക്കെ ഇങ്ങ് എടുത്ത് വായിച്ചിട്ട് ആ നരകത്തിൽ ഇടുന്നതിനെ പറ്റിയും മറ്റുള്ളവനെ കൊണ്ടൊന്ന് നരകത്തിൽ ഇടുന്നതിന്റെ ആ ഒരു സന്തോഷവും ഒരു 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 അട്ടഹാസവും ഒക്കെ നമ്മൾ കൊണ്ടുവരാം. മറ്റുള്ളവനെ പറ്റി നീ ചിന്തിക്കുന്ന നിനക്കാണ് കുഴപ്പം, നീ അവരെ പറ്റി ബോധർ ചെയ്യേണ്ട. നിന്നേക്കാളും മുമ്പ് പാപികളും ഈ പറയുന്ന ചുങ്കക്കാരൊക്കെ അവിടെ അങ്ങോട്ട് പോയിക്കോളും, സ്വർഗരാജ്യത്തിലേക്ക് എടുക്കപ്പെട്ടോളും, അവർക്ക് കൂടുതൽ കൃപയും കിട്ടും. നീ ഇങ്ങനെ ഇവിടെ പിറുവിറുത്തുകൊണ്ടിരിക്കും. അപ്പൊ നീ പിറുവിറുക്കുന്ന ആത്മാവിലാണോ അതോ കരുണ ചോദിക്കുന്ന കൺഫെഷൻ ഇതിൽ ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ യോഗ്യത ഇല്ലാത്തവനായിട്ട് മറ്റുള്ളവനെ വിധിക്കാൻ ഒന്നും കഴിയാതെ സ്വയം വിധിച്ചുകൊണ്ട് നിൽക്കുന്ന, തന്നെത്താൻ നീ വിധിക്ക്, തന്നെത്താൻ വിധിക്ക്, തന്നെത്താൻ വിധിക്ക്, തന്നെത്താൻ വിധിക്ക്, തന്നെത്താൻ വിധിക്കൂ, തന്നെത്താൻ വിധിക്കൂ. മറ്റുള്ളവനെ വിധിക്കേണ്ട. മറ്റുള്ളവനെ അവന്റെ കാര്യം, അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവര് കൂലി കൊടുത്തോളും, അത് നിന്നെ ബാധിക്കുന്ന കാര്യമില്ല. നീ അവിടെ കൂലി ഫിക്സ് ചെയ്യരുത്. ഇവിടെ നരകം എന്ന് പറയുന്ന കൂലി നീ ഫിക്സ് ചെയ്യുകയാണ്. ഇന്ന രീതിയിൽ ജീവിക്കുന്നവർക്ക് നരകമില്ല, ഇന്ന രീതിയിൽ ജീവിക്കുന്നവർക്ക് നരകമുണ്ട് എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബൈബിൾ വെച്ചിട്ടല്ല അവിടെ കർത്താവ് ഇത് വിധിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം, ഞാൻ വിധിപ്പാൻ വന്നവനല്ല. യോഹന്നാൻ സുവിശേഷം 3:18 പറയുന്ന കാര്യമാണ്. ലോകരക്ഷിതാവ് എന്നത് ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാൻ. ലോകത്തെ രക്ഷിച്ചിരിക്കും. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ? ദൈവം ആഗ്രഹിച്ചാൽ നടക്കും. ദൈവത്തിന്റെ പദ്ധതി, അങ്ങനെ ഒരു പ്രസാദം തോന്നിയ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി നടന്നിരിക്കും. നിങ്ങൾ നരകമുള്ളവര് നരകത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നരകത്തിൽ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളോ ചിന്തിക്കുക. എൻലൈറ്റ്മെന്റ് കിട്ടിയവര് കരുണ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുക. ഈ വിഷയത്തിൽ വീണ്ടും നമുക്ക് ഇത് ഞാൻ ശരിക്കും പ്രിപ്പയർഡ് ആയിട്ടില്ല. നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കും, ഞാനത് പ്രിപ്പയർഡ് ചെയ്തിട്ടൊന്നും ചെയ്തല്ല. പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം, ഈ കമന്റ് അധികം സമയമായിട്ടില്ല വന്നിട്ട്, ഈ കമന്റ് വന്നിട്ട്. അപ്പം 7 hours ആകുവാണ്. ഞാനിപ്പോൾ വൈകുന്നേരം വന്നിട്ടുണ്ട്. എനിക്ക് ലൈവ് ചെയ്യാനുള്ള അവസരത്തിന്റെ സമയത്ത് ഞാനിത് ചെയ്തതാണ്. അതുകൊണ്ട് അത്ര ഒരുങ്ങിയൊന്നുമല്ല ഞാൻ. വാക്യങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാനും അതിനൊന്നും ഒരുങ്ങിയൊന്നും വന്നതൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കേണ്ടത് ആ രീതിയിലാണ്. അപ്പോൾ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിയും. ലോകത്തെ എല്ലാം ഒരുപോലെ, നിന്നെ സ്പെഷ്യൽ ആയിട്ടൊന്നും ദൈവം സ്നേഹിച്ചിട്ടൊന്നുമില്ല. നീ സ്പെഷ്യലാണ്, നീ എന്തോ തേങ്ങയാണ്, നീ മറ്റുള്ളവരെക്കാളും വലുതാണെന്നുള്ള വികലമായ സുവിശേഷം മാറി ദൈവത്തിന്റെ മുന്നിൽ, ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരേപോലെയാണ്. എല്ലാവർക്കും ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ പുകഴുവാനുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടുള്ള ആ കൃപയാലുള്ള, പിതാവിന്റെ കൃപയാൽ, ആ സ്നേഹത്തിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ആശ്രയിക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യത്തിലാണ് ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കേണ്ടത്. ആ ബലത്തിൽ, ആ ആത്മാവിൽ, ആ ഒരു ചിന്താഗതിയിൽ, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഗ്ലോറിയസ് ഗോസ്പൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഈ ലൈവ് തന്നെ സന്നിധി കാഴ്ചയാണ് പാലും നാഥ, എന്നെ നിനക്കു സുഗന്ധമതാ അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നാഥാ നിൻ തിരുമുമ്പിൽ ആത്മശരീര മനസ്സുകളെ ശോഭ കലർന്ന വിളക്കുകള ഞാൻ കത്തി പാറാകണമേ. ആത്മശരീര മനസ്സുകള എന്നോട് തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസ പ്രദനേ അൻപോടു കൈ കൊണ്ടിടണമേ.
സ്വർഗസ്ഥ പിതാവേ എന്നിൽ മാനസശുദ്ധി വരുത്തണമേ. ദൈവസുതാ നീ എന്നാത്മാവിന്നു വിശുദ്ധി വരുത്തണമേ. ആശ്വാസ പ്രദനാകുന്ന പരിശുദ്ധാത്മാവേ എൻ്റെ ദേഹമശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ. അന്ത്യദിനത്തിൽ നാഥാ നീ സന്തോഷിപ്പിക്കണമെന്നെ. ആത്മശരീര മനസ്സുകൾ നിൻ സ്തുതി പാടുന്നു കനിയണമേ.